So hello guys, ഇത് നമുക്കൊരു പുതിയ ചാപ്റ്റർ റിവൈസ് ചെയ്യാം. കോളേജ് മോഷൻ ഇൻ 2 ഡയമെൻഷൻ. ഓക്കെ, മോഷൻ ഇൻ 2 ഡയമെൻഷനോ മോഷൻ ഇൻ പ്ലെയിനോ എന്ത് വേണമെങ്കിലും പറയാം. ഓക്കെ, കഴിഞ്ഞ വീഡിയോ നമ്മൾ 1 ഡയമെൻഷൻ മോഷൻ കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്തായിരുന്നല്ലോ. സോ ഇന്ന് നമ്മൾ അതിന്റെ നെക്സ്റ്റ് ചാപ്റ്റർ അങ്ങ് റിവൈസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ഈ 2 ഡയമെൻഷൻ ചാപ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് 1 ചാപ്റ്റർ കേട്ടോ. ഒത്തിരി ടോപ്പിക്സ് വരുന്ന ഒരു വലിയൊരു ചാപ്റ്റർ ആണ്. ഓക്കെ, ഇതിനകത്ത് ഏതൊക്കെ ടോപ്പിക്സ് വരുന്നത് പഠിച്ചിട്ടുണ്ടാവല്ലോ. ലൈക് പ്രൊജക്ടൈൽ മോഷൻ, വെക്ടേഴ്സ്, യൂണിഫോം സർക്കുലർ മോഷൻ, റിലേറ്റീവ് മോഷൻ, നോൺ യൂണിഫോം സർക്കുലർ മോഷൻ, അങ്ങനെ കുറെ ടോപ്പിക് വരുന്ന ഒരു വലിയൊരു ചാപ്റ്റർ ആണ് ഈ 2 ഡയമെൻഷൻ മോഷൻ. ഓക്കെ, സോ നമുക്ക് ഓരോ ടോപ്പിക് ആയിട്ട് നമുക്ക് അതിന്റെ അകത്ത് ഇതുവരെ ചോദിച്ചിട്ടുള്ള നീറ്റിന്റെ ക്വസ്റ്റ്യൻസ് അതെങ്ങനെ സോൾവ് ചെയ്യേണ്ട അതിന്റെ ട്രിക്സും അതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. സോ ഹലോ ഗൈസ്, മൈ നെയിം ഇസ് നിഖിൽ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മോഷൻ ഇൻ 2 ഡയമെൻഷൻ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നീറ്റ് 2010 ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയും. 6 vectors A through F have magnitude and direction indicated in the figure. Which of the following statement is true? Okay, so ഞാനിവിടെ വെക്ടേഴ്സ് വരച്ചിട്ടുണ്ട്. 6 വെക്ടേഴ്സിന്റെ ഡയറക്ഷനും പിന്നെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. നമുക്ക് ആ 4 ഓപ്ഷൻസിന്റെ കൂട്ടത്തിൽ കറക്റ്റ് ചെയ്താൽ വേണ്ട അല്ലെ. സോ നോക്കിയ വെക്ടേഴ്സ് തന്നിട്ടുണ്ടല്ലോ, നമുക്ക് അതിന്റെ കറക്റ്റ് ഓപ്ഷനാണ് വേണ്ട. ഫസ്റ്റ് ഓപ്ഷൻ ഏതാന്ന് നോക്കിയാൽ ഫസ്റ്റ് ഓപ്ഷൻ is B plus C, vector B plus vector C giving F. ഓക്കെ, അപ്പൊ അത് ആഡ് ചെയ്ത് നോക്കിയാൽ മതിയല്ലോ. ബി പ്ലസ് സി എഫ് കിട്ടുന്നുണ്ടോ നോക്കിയേ. ബി സി കൂടെ ആഡ് ചെയ്യണ്ടേ. അപ്പൊ ബി സി ആഡ് ചെയ്യുന്നത് എങ്ങനെയാ? നമ്മൾ 2 വെക്ടേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? 2 വെക്ടേഴ്സ് കൂടി ആഡ് ചെയ്യുമ്പോൾ അതിന്റെ ടേല് 2 വെക്ടേഴ്സിന്റെ ടേല് കൂടി കോയിൻസൈഡ് ചെയ്യത്തക്ക രീതി വേണം നമ്മൾ ആഡ് ചെയ്യാൻ. പറഞ്ഞു മനസ്സിലായാലും. അപ്പൊ ബിയും സിയും കൂടി ആഡ് ചെയ്യുമ്പോൾ ബിന്റെ ടേലും സിന്റെ ടേലും ഷുഡ് ബി കോയിൻസൈഡ് വിത്ത് ഈച്ച് അതർ. അപ്പൊ നമ്മൾ നോക്കി, ഇതല്ലേ ബി, ഇതാണ് നമ്മുടെ ബി, ഇതാണ് ബി, പിന്നെ സി ഇതല്ലേ സി, ഇതാണ് സി. അപ്പൊ ബിയും സിയും കൂടി ആഡ് ചെയ്യുമ്പോൾ ആ ബിയും സിന്റെ ടേൽ കൂടി ഒരേ പോയിന്റ് കോയിൻസൈഡ് ചെയ്യണം. എന്നാലേ നമുക്ക് 2 വെക്ടേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പറഞ്ഞു മനസ്സിലായി. അല്ല നമുക്ക് ഇതിനെ ഇത് ബി പിന്നെ ഇത് സി നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. വെക്ടേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവല്ലോ. 2 വെക്ടേഴ്സ് കൂടി ആഡ് ചെയ്യുമ്പോൾ 2 വെക്ടർ ആഡ് ചെയ്യുന്ന 2 വെക്ടേഴ്സിന്റെയും ടേൽ ഷുഡ് ബി കോയിൻസൈഡിങ് അറ്റ് എ സിംഗിൾ പോയിന്റ്. ഇതിനകത്ത് ബി സി നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റില്ല. ബി പ്ലസ് സി എന്ന് പറയുമ്പോൾ ഇതാണ്. ദാറ്റ് ഇസ് 2 വെക്ടേഴ്സിന്റെ ടേൽ ഷുഡ് ബി കോയിൻസൈഡിങ് അറ്റ് എ സിംഗിൾ പോയിന്റ്. ഓക്കെ, സോ ബി പ്ലസ് സിന്റെ റിസൾട്ടന്റ് എന്തായിരിക്കും? ബി പ്ലസ് സിന്റെ റിസൾട്ടന്റ് ഇതല്ലേ ബി പ്ലസ് സിന്റെ റിസൾട്ടന്റ്. ദിസ് ഇസ് ബി പ്ലസ് സി അല്ലെ. പാരലലോഗ്രാം, ലോ ഓഫ് വെക്ടർ അഡീഷൻ പഠിച്ചിട്ടുണ്ടാവും. സോ ആക്ച്വലി ഇതാണ് ഈ ബി പ്ലസ് സി എന്ന് പറയുമ്പോൾ ഇതിന്റെ റിസൾട്ടന്റ് ഇതാണ്. അതാണ് എഫ് നോക്കി. അതല്ലല്ലോ എഫ്. ബി പ്ലസ് സി എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്കാണ്, എഫ് എന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്കല്ലേ. സോ അങ്ങനെ വരുമ്പോൾ ബി പ്ലസ് സി ഇസ് നോട്ട് ഈക്വൽ ടു എഫ്. സോ ഓപ്ഷൻ എ അല്ല വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ ഏതാ? ഡി പ്ലസ് സി ഗിവിംഗ് എഫ്. ഡി പ്ലസ് സി ഗിവിംഗ് എഫ്. സോ അടുത്ത ഓപ്ഷൻ ഡി പ്ലസ് സി ഗിവിംഗ് എഫ്. അപ്പൊ ഡി സി കൂടെ ആഡ് ചെയ്യുമ്പോൾ എഫ് കിട്ടുന്നുണ്ടോ നോക്കിയേ. ഡി ഏതാ? ഇതല്ലേ ഡി. അപ്പൊ ഡി ഇങ്ങനെയാണ് അല്ലെ. ഡിയുടെ ടെയിലാണിത് ഡി. അതിനെ സിയുമായിട്ട് ആഡ് ചെയ്യണം. അപ്പൊ സിന്റെ ടെയിലും പിന്നെ ഡിയുടെ ടെയിലും കൂടി കോയിൻസൈഡ് ചെയ്യണ്ടേ. അപ്പൊ ഡിയും സി, ഇതാണ് ഡിയും സിയും. ക്ലിയർ അല്ലേ? ഇതിന്റെ വെക്ടർ സം ഡി പ്ലസ് സി എന്ന് പറയുമ്പോൾ ഇതായിരിക്കും വെക്ടർ സം. ഇതിലെ ഡി പ്ലസ് സി, ആ ഡി പ്ലസ് സി എഫിനോട് ഈക്വൽ ആണെന്ന് നോക്കിയാലല്ലോ. ഡി പ്ലസ് സി അങ്ങോട്ടേക്കാണ്, പക്ഷെ എഫ് ഇങ്ങോട്ടേക്കാണ്. അപ്പൊ ഡി പ്ലസ് സി ഇസ് ഓൾസോ നോട്ട് ഈക്വൽ ടു എഫ്. അപ്പൊ ഓപ്ഷൻ ബി വരത്തില്ല. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ നോക്കിയേ. ഓപ്ഷൻ സി ഡി പ്ലസ് ഇ ഗിവിംഗ് എഫ്. ഓപ്ഷൻ സി ഇതാ ഡി പ്ലസ് ഇ ഗിവിംഗ് എഫ്. അപ്പൊ ആഡ് ചെയ്തേ. 2ന്റെ ടെയിൽ കോയിൻസൈഡ് ചെയ്യത്തക്ക രീതിയിൽ ഒന്ന് ആഡ് ചെയ്തേ. അപ്പൊ ഡിന്റെയും ഇന്റെ ടെയിലും ഒന്ന് കോയിൻസൈഡ് ചെയ്താൽ മതി. ദാറ്റ് മീൻസ് ഇത് ഡിയും ഇത് ഡി, ഇതിന്റെ ടെയില് അത് ഇയുമായിട്ട് കോയിൻസൈഡ് ചെയ്യും. ഓക്കെ, ഇതല്ലേ ഡി പ്ലസ് സി. ഡിന്റെ ടെയിലും ഇന്റെ ടെയിലും കോയിൻസൈഡ് ചെയ്യണം അല്ലെ. അപ്പൊ ഡി പ്ലസ് സി എന്ന് പറയുമ്പോൾ ഇതായിരിക്കും റിസൾട്ടന്റ്. ഇതല്ലേ ഡി പ്ലസ് സി. അപ്പൊ ഡി പ്ലസ് ഇ, ഇതാണ് ഡി പ്ലസ് സി. അത് എഫിനോട് ഈക്വൽ ആണെന്ന് നോക്കിയേ. എഫിനോട് ഈക്വൽ അല്ലേ, കാരണം ഡി പ്ലസ് ഇ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്കാണ്, എഫും അതേ ഡയറക്ഷനാണ്. പിന്നെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് വൈസ് നോക്കുമ്പോൾ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിട്ട് തന്നെ വരും. അപ്പൊ ഡിയും ഇനെ കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എഫിന്റെ അതേ ഡയറക്ഷനുള്ള റിസൾട്ട് ഉണ്ടാ കിട്ടുന്നത്. അപ്പൊ നമുക്ക് പറയാം ഡി പ്ലസ് ഇ ഗിവിംഗ് എഫ്. സോ ഓപ്ഷൻ സി ഇസ് ദി കറക്റ്റ് ആൻസർ. പറയുന്നത് മനസ്സിലായല്ലോ. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? നമ്മൾ 2 വെക്ടേഴ്സ് കൂടി ആഡ് ചെയ്യുമ്പോൾ ആ ആഡ് ചെയ്യുന്ന 2 വെക്ടേഴ്സിന്റെ കൂടി ടെയിൽ ഷുഡ് ബി കോയിൻസൈഡിങ് അറ്റ് എ സിംഗിൾ പോയിന്റ്. നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ ഡി ഇ കൂടി ആഡ് ചെയ്യാൻ നേരത്തെ നമുക്ക് ഡി ഇങ്ങനെയും പിന്നെ ഇ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? കാരണം ഇവിടെ ഡിന്റെ ഇത് ഇന്റെ ടെയിലും പിന്നെ ഇത് ഡിന്റെ ടെയിലും
ഇനെ ഡീനെ ടൈലിൽ കൂടി കോയിൻസൈഡ് ചെയ്യുന്നില്ലെങ്കിൽ റിസൾട്ട് നമുക്ക് ഇങ്ങനെയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും വരയ്ക്കാൻ പറ്റുന്നില്ല. പറയുന്നത് മനസ്സിലായോ? രണ്ട് വെക്ടേഴ്സ് കൂടി ആഡ് ചെയ്യുമ്പോൾ their tail should be coinciding at a single point. ഓക്കെ, ഇനി വേണ്ട നാലാമത്തെ ഓപ്ഷൻ കൂടി നോക്കാം. നാലാമത്തെ ഓപ്ഷൻ ഏതായിരുന്നു? ബി പ്ലസ് ഇ ഗിവിംഗ് എഫ്. അത് കറക്റ്റ് ആയിട്ട് വരും. നോക്കിയേ, ബി പ്ലസ് ഇ ഗിവിംഗ് എഫ്. അപ്പൊ ബി പ്ലസ് ഇ ഗിവിംഗ് എഫ് അല്ലെ? ബി ഇയും കൂടെ ആഡ് ചെയ്യണ്ടേ? ബി എന്ന് പറയുന്നത് ഇതാണ് ബി, ഇത് ബി, അതിന്റെ ടെയില്, പിന്നെ ഇ എന്ന് പറയുമ്പോ ഇങ്ങോട്ടേക്കല്ലേ, ഇതാണ് ഇ. അപ്പൊ അതിന്റെ റിസൾട്ടന്റ് ഇതായിരിക്കും. അതിന്റെ റിസൾട്ടന്റ് ബി പ്ലസ് ഇ എന്ന് പറയുമ്പോൾ ഇതായിരിക്കില്ലേ? പാരലലോഗ്രാം, ലോ ഓഫ് വെക്ടർ അഡീഷൻ. സോ ഇതാണ് എഫ്. അത് എഫിനോട് ഈക്വൽ ആണ്? അല്ല, എഫ് അങ്ങോട്ടേക്കാണ്, പക്ഷെ ബി പ്ലസ് ഇങ്ങോട്ടേക്കാണ്. സോ ഇത് കറക്റ്റ് ആയിട്ട് വരില്ല. സോ ഓപ്ഷൻ ഇതാ, ഓപ്ഷൻ സി ഇസ് ദി ആൻസർ. ദാറ്റ് ഈസ് ഡി പ്ലസ് ഇ ഗിവിംഗ് എഫ്. ഓക്കെ, സോ നല്ലൊരു ക്വസ്റ്റൻ ആയിട്ട് ജസ്റ്റ് വെക്ടർ ആഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ മതി. ടെയിൽ ഷുഡ് ബി കോയിൻസൈഡിങ് അറ്റ് എ സിംഗിൾ പോയിന്റ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Okay, so next question. NEET 2016 question ആണ്. Okay, same vectors എന്ന ടോപ്പിക്കിൽ വന്ന question ആണ്. Question വായിച്ചേ. If the magnitude of sum of two vector is equal to magnitude of difference of two vector, then the angle between these two vectors is. Okay, എന്താ പറയുന്നത്? ടു വെക്ടേഴ്സ് കൂടി ആഡ് ചെയ്യുമ്പോഴുള്ള മാഗ്നിറ്റ്യൂഡും അതിന്റെ ഡിഫറൻസ് എടുക്കുമ്പോഴുള്ള മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണെങ്കിൽ ആ ടു വെക്ടേഴ്സിന്റെ അടുക്കുള്ള ആംഗിൾ എത്രയാണ്? ഓക്കെ, സോ നമുക്ക് ആ വെക്ടേഴ്സ് എ ബി ആയിട്ട് അസ്യൂം ചെയ്യാലോ. സോ പറയുന്നത് എന്തുവാ? എ പ്ലസ് ബി വെക്ടർ എ. ഇപ്പൊ വെക്ടർ എ പ്ലസ് വെക്ടർ ബി ആണെങ്കിൽ വെക്ടർ എ പ്ലസ് വെക്ടർ ബിന്റെ മാഗ്നിറ്റ്യൂഡും പിന്നെ വെക്ടർ എ മൈനസ് വെക്ടർ ബിന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എ ബിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ എത്രയാണ്? ക്വസ്റ്റ്യൻ മനസ്സിലാക്കാണല്ലോ. രണ്ട് വെക്ടർ കൂടി ആഡ് ചെയ്യുമ്പോൾ അതിന്റെ എന്താണ് മാഗ്നിറ്റ്യൂഡ്? അത് എ മൈനസ് ബിന്റെ മാഗ്നിറ്റ്യൂഡോട് ഈക്വൽ ആണെങ്കിൽ എ ബിന്റെ ഇടയ്ക്കുള്ള തീറ്റ ആംഗിൾ നമുക്ക് വേണ്ടത്. ഇനി എ പ്ലസ് ബി രണ്ട് വെക്ടേഴ്സ് കൂടി ആഡ് ചെയ്യുമ്പോൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാവും. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് പഠിച്ചിട്ടുണ്ടാവും. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ അല്ലെ? വേർ തീറ്റ ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി അല്ലെ? രണ്ട് വെക്ടേഴ്സ് കൂടി ആഡ് ചെയ്യുമ്പോൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. അതേപോലെ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മൈനസ് ബി എന്തുവാ? ടു വെക്ടേഴ്സ് കൂടി മൈനസ് ചെയ്യുമ്പോൾ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് തീറ്റ, വേർ തീറ്റ ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. പഠിച്ചിട്ടുണ്ടാവല്ലോ. ഇനി അത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഈ തീറ്റയാ വേണ്ടേ? ഈ തീറ്റ ദാറ്റ് ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി തീറ്റയാ വേണ്ടേ? അപ്പൊ ഈക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്തെടുത്താൽ മതിയല്ലോ. നോക്കി, LHS RHS ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഈ റൂട്ട് കളയാം അല്ലെ? നമുക്ക് ആ ത്രൂ ഔട്ട് ഒരു സ്ക്വയർ എടുക്കുമ്പോൾ റൂട്ട് ഒക്കെ പോയി കിട്ടും. സോ ത്രൂ ഔട്ട് ഒരു സ്ക്വയർ കൊണ്ട് നമ്മൾ ത്രൂ ഔട്ട് ഒരു സ്ക്വയർ എടുക്കാം. അപ്പൊ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് തീറ്റ എന്ന് കിട്ടും. ത്രൂ ഔട്ട് LHS ഉം RHS ഉം ഒരു സ്ക്വയർ എടുത്താൽ മതി. ഓക്കെ, ഇനി ഈ എ സ്ക്വയറും ഈ എ സ്ക്വയർ കൂടി ക്യാൻസൽ ആവുമല്ലോ അല്ലെ? അതേപോലെ ബി സ്ക്വയറും ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ മിച്ചം എന്താ കിട്ടുന്നത്? 2ab cos theta is equal to minus 2ab cos theta അല്ലെ? ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നേ. അപ്പൊ 2ab cos theta ഇത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോ പ്ലസ് ആവത്തില്ലേ അല്ലെ? അപ്പൊ മൈനസ് 2ab cos theta ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോ പ്ലസ് 2ab cos theta. സോ 2ab cos theta പ്ലസ് 2ab cos theta is equal to 0 എന്ന് കിട്ടും. ഈ ടേം ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോ 0 അല്ലെ? ഇനി 2ab cos theta പ്ലസ് 2ab cos theta 4ab cos theta. അപ്പൊ 4ab cos theta is equal to 0 എന്ന് കിട്ടും. അപ്പൊ cos theta ഇവിടെ നിന്ന് കിട്ടും? cos theta is equal to 0 divided by 4ab അല്ലെ? 0 divided by 4ab എന്ന് പറയുമ്പോൾ 0 തന്നെയാണ് അല്ലെ? 0 ഈ മൊത്തം ടേമിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 0 തന്നെ കിട്ടും. ഇനി cos theta is equal to 0 ആണെങ്കിൽ തീറ്റ എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കില്ലേ? പഠിച്ചിട്ടുണ്ടാവും. ദാറ്റ് ഈസ് theta, when theta is equal to 90 degree, then cos theta is cos 90 is 0 degree. So option is the option. നോക്കുമ്പോ ഓപ്ഷൻ B is the answer. Theta is equal to 90 degree. Clear അല്ലേ? Okay, so next question. NEET 2017 question ആണ്. The x and y coordinates of the particle at any point are x is equal to 5t minus 2t square and y is equal to 10t respectively. When x and y is in meter and t is in second, then the acceleration of the particle at time t is equal to 2 seconds. Okay. So question എന്താ തന്നിരിക്കുന്നത്? ഒരു പാർട്ടിക്കിളിന്റെ x കോർഡിനേറ്റ് തന്നിട്ടുണ്ട്, y കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് അതിന്റെ ആക്സലറേഷൻ ആവേണ്ട അല്ലെ? ഇതെങ്ങനെ ചെയ്യും? x ന്റെ വാല്യൂ എത്രയാ? x is equal to
5t മൈനസ് 2t². അതേപോലെ വൈന്റെ വാല്യൂ 10t എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഒരു പാർട്ടിക്കലിന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും തന്നിട്ടുണ്ട്. നമുക്ക് അതിന്റെ ആക്സലേഷൻ ആണ് വേണ്ടത്. അപ്പൊ അതെങ്ങനെ സോൾവ് ചെയ്യും നോക്കിയേ. ഒരു പാർട്ടിക്കലിന്റെ രണ്ട് കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇത് ആക്ച്വലി എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ പൊസിഷൻ അലോങ് എക്സ് ആക്സിസ് അല്ലേ. അതേപോലെ വൈ കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ പൊസിഷൻ അലോങ് വൈ ആക്സിസ് ആണല്ലോ. അപ്പൊ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് കോർഡിനേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വെലോസിറ്റി കിട്ടും. പക്ഷെ ആ വെലോസിറ്റി ടോട്ടൽ വെലോസിറ്റി ആയിരിക്കും അല്ല, വെലോസിറ്റി എക്സ് ആക്സിസ് ആയിരിക്കും. അതേപോലെ വൈ കോർഡിനേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴോ അപ്പൊ നമുക്ക് വെലോസിറ്റി വൈ ആക്സിസ് കിട്ടും. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഇതിന് രണ്ടിനെ സെപ്പറേറ്റ് ആയിട്ട് സോൾവ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പൊ നോക്കിക്കോ, ഞാനിപ്പോ ഈ എക്സ് കോർഡിനേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. അപ്പൊ d/dt ഓഫ് എക്സ് കോർഡിനേറ്റ്. അപ്പൊ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? വെലോസിറ്റി ഇൻ എക്സ് ആക്സിസ് ആയിരിക്കും. കാരണം എക്സ് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് അലോങ് എക്സ് ആക്സിസ് അല്ലേ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വെലോസിറ്റി അല്ലേ കിട്ടുന്നത്, അത് ടോട്ടൽ വെലോസിറ്റി ആയിരിക്കും അല്ല. എക്സ് കോർഡിനേറ്റിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വെലോസിറ്റി ഇൻ എക്സ് ആക്സിസ് അല്ലെങ്കിൽ ടോട്ടൽ വെലോസിറ്റിന്റെ എക്സ് കോമ്പണന്റ് നമുക്ക് കിട്ടും. ഇതാണ് ടോട്ടൽ വെലോസിറ്റി എങ്കിൽ അതിന് എക്സ് കോമ്പണന്റ് Vx നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? അത് എത്രയായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു d/dt ഓഫ് എക്സിന് വാല്യൂ എത്രയാ? 5t മൈനസ് 2t² അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 5t മൈനസ് 2t² ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? 5 മൈനസ് 4t എന്ന് കിട്ടുമല്ലോ. അപ്പൊ വെലോസിറ്റി അലോങ് എക്സ് ആക്സിസ്, ഈ പാർട്ടിക്കലിന്റെ എക്സ് കോർഡിനേറ്റ് ഇതാണെങ്കിൽ ആ പാർട്ടിക്കലിന്റെ വെലോസിറ്റി അലോങ് എക്സ് ആക്സിസ് എത്രയാ? ദാറ്റ് ഈസ് Vx is equal to 5 മൈനസ് 4t എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിന്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി ഇതേപോലെ വൈ കോർഡിനേറ്റിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വെലോസിറ്റി അലോങ് വൈ ആക്സിസ് കിട്ടും. അപ്പൊ d/dt ഓഫ് വൈ കോർഡിനേറ്റ് എന്തുവാ കിട്ടുന്നത്? വെലോസിറ്റി അലോങ് വൈ ആക്സിസ് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു d/dt ഓഫ് വൈന്റെ വാല്യൂ എത്രയാ? 10t അല്ലെ. 10t ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 10 അല്ലേ കിട്ടുന്നത്, ദാറ്റ് ഈസ് 10 എന്ന് കിട്ടും. അപ്പൊ Vy-യുടെ വാല്യൂ എത്ര കിട്ടി? 10 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഈ പാർട്ടിക്കലിന്റെ അലോങ് എക്സ് ആക്സിസ് വെലോസിറ്റി നമുക്കറിയാം, വൈ ആക്സിന് അലോങ് നമുക്ക് വെലോസിറ്റി അറിയാം. ദാറ്റ് ഈസ് ഈ Vy-യുടെ വാല്യൂ, ഇതാണ് Vy-യുടെ വാല്യൂ. ഇതിന്റെ വാല്യൂ നമുക്ക് കിട്ടിയല്ലോ അല്ലെ. അപ്പൊ Vxന്റെ Vxും Vy-യുടെ വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് ടോട്ടൽ വെലോസിറ്റി സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് വെലോസിറ്റി ആണ് വേണ്ടത് അല്ല, നമുക്ക് ആക്സിലേഷൻ ആണ് വേണ്ടത് അല്ലെ. അപ്പൊ ആക്സിലേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ Vx-നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ദാറ്റ് ആക്സിലേഷൻ അലോങ് എക്സ് ആക്സിസ് കിട്ടും. അപ്പൊ d/dt ഓഫ് വെലോസിറ്റി അലോങ് എക്സ് ആക്സിസ് അതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ ആക്സിലേഷൻ ആണ് കിട്ടുന്നത് അല്ല, ആക്സിലേഷൻ അലോങ് എക്സ് ആക്സിസ് കിട്ടും. പറയുന്ന കത്തുന്നുണ്ടല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു d/dt ഓഫ് വെലോസിറ്റി അലോങ് എക്സ് ആക്സിസ് എന്തുവാ കിട്ടിയത്? ദാറ്റ് ഈസ് 5 മൈനസ് 4t എന്ന് കിട്ടും അല്ലെ. അപ്പൊ സോൾവ് ചെയ്ത് അപ്പൊ എന്താ കിട്ടുന്നത്? Ax is equal to 5 മൈനസ് 14 ഡിഫറൻഷിയേറ്റ് ചെയ്യും. 5 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 മൈനസ് 14 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് 4 എന്ന് കിട്ടും. അപ്പൊ മൈനസ് 4 അത്രയും മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ കിട്ടുന്നത്. അപ്പൊ വെലോസിറ്റി അലോങ് എക്സ് ആക്സിസ് എത്ര കിട്ടി? സോറി, ആക്സിലേഷൻ അലോങ് എക്സ് ആക്സിസ് എത്ര കിട്ടി? മൈനസ് 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതേപോലെ ഇവിടുത്തെ ആക്സിലേഷൻ കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യാ? Ay is equal to d/dt ഓഫ് Vy കണ്ടുപിടിച്ചാൽ പോരെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ കേസില് വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. ഈ പാർട്ടിക്കലിന്റെ അലോങ് വൈ ആക്സിസ് ഈ Vy-ന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതിന്റെ ആക്സിലേഷൻ 0 ആയിരിക്കുമല്ലോ. അപ്പൊ Ay is equal to d/dt ഓഫ് 10 എന്ന് വരും, വിച്ച് ഇസ് കോൺസ്റ്റന്റ്. അപ്പൊ Ay-ന്റെ വാല്യൂ 0 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഈ പാർട്ടിക്കലിന്റെ Ax-ന്റെ വാല്യൂ കിട്ടി, Ay-ന്റെ വാല്യൂ കിട്ടി. അപ്പൊ ടോട്ടൽ ആക്സിലേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഇതിന് രണ്ടിന്റെ കൂടി വെക്ടർ സം എടുത്താൽ പോരെ. പറയുന്നത് മനസ്സിലായോ? കാരണം നമുക്ക് ടോട്ടൽ ആക്സിലേഷൻ A ആണെങ്കിൽ അതിന് നമുക്ക് രണ്ട് വെക്ടേഴ്സ് ആയിട്ട് റിസോൾവ് ചെയ്യാം. ദാറ്റ് ഈസ് ഒന്ന് Ax ഉം പിന്നെ ഒന്ന് Ay-യും. അപ്പൊ Ay-ന്റെയും Ax-ന്റെ വാല്യൂ നമുക്ക് അറിയാമെങ്കിൽ ടോട്ടൽ ആക്സിലേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ദാറ്റ് ഈസ് A is equal to root of ax² plus ay² അല്ലേ. പഠിച്ചിട്ടുണ്ടാവല്ലോ. വെക്ടേഴ്സിനെ നമുക്ക് രണ്ട് റിസോൾവ്ഡ് വെക്ടേഴ്സ് നമുക്ക് അറിയാമെങ്കിൽ ടോട്ടൽ വെക്ടർ കണ്ടുപിടിക്കാനായിട്ട് അതിന്റെ root of a² plus ay² എടുത്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു root of ax² plus ay-ന്റെ വാല്യൂ എത്രയാ? ay-ന്റെ വാല്യൂ 0 അല്ലേ. അപ്പൊ 0. അപ്പൊ a is equal എന്തെങ്കിലും കിട്ടും? ദാറ്റ് ഈസ് root of ax² എന്ന് പറയുമ്പോൾ ax തന്നെ കിട്ടും അല്ലെ. അതിന്റെ വാല്യൂ എത്ര കിട്ടിയത്? ദാറ്റ് ഈസ് മൈനസ് 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ നമുക്ക് ടോട്ടൽ ആക്സിലേഷൻ എത്ര കിട്ടി? ടോട്ടൽ ആക്സിലേഷൻ ഈസ് ഈക്വൽ ടു മൈനസ് 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ
ഓപ്ഷൻ സി ഇസ് ദി ഓപ്ഷൻ ബി ഇസ് ദി ആൻസർ -4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ ഇതേപോലത്തെ ക്വസ്റ്റിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഒരു പാർട്ടിക്കിളിന്റെ എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റിനെ സെപ്പറേറ്റ് സോൾവ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ എക്സ് കോർഡിനേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വെലോസിറ്റി അലോങ് എക്സ് ആക്സിസ് കിട്ടും. അതിനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആക്സിലേഷൻ അലോങ് എക്സ് ആക്സിസ് കിട്ടും. അതേപോലെ വൈ കോർഡിനേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വൈ ആക്സിന്റെ വെലോസിറ്റിയും വൈ ആക്സിന്റെ ആക്സിലേഷൻ കിട്ടും. അവസാനം ടോട്ടൽ വെലോസിറ്റി ആണ് ചോദിക്കുന്നതെങ്കിൽ ഈ രണ്ട് വെലോസിറ്റിന്റെ കൂടി വെക്ടർ സം എടുത്താൽ മതി. ടോട്ടൽ ആക്സിലേഷൻ ആണ് ചോദിക്കുന്നതെങ്കിലോ ഈ രണ്ട് ആക്സിലേഷന്റെ കൂടി വെക്ടർ സം എടുത്താൽ മതി. അപ്പൊ നമുക്ക് ടോട്ടൽ ആക്സിലേഷൻ ആണ് വേണ്ടിയത്. നമുക്ക് ആദ്യം എക്സ് ആക്സിനുള്ള നമ്മൾ ആക്സിലേഷൻ കണ്ടുപിടിച്ചു, വൈ ആക്സിന്റെ ആക്സിലേഷൻ കണ്ടുപിടിച്ചിട്ട് രണ്ടിന്റെ വെക്ടർ സം എടുത്തപ്പോഴത്തേക്ക് നമുക്ക് -4 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. ക്ലിയർ അല്ലേ? നമുക്ക് ഇതിനെ ഒന്നിച്ച് വേണം ചെയ്യാൻ പറ്റും. പക്ഷേ ഏറ്റവും സിംപ്ലസ്റ്റ് ഇതാണ്, സെപ്പറേറ്റ് സോൾവ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. മൊത്തം കംപ്ലീറ്റ് വെക്ടർ ആണ്. രണ്ട് റെസൊല്യൂഷൻ വെക്ടേഴ്സ് നമുക്ക് കിട്ടുമെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് വെക്ടർ നമുക്ക് കണ്ടുപിടിക്കാം. √ax² + ay². ക്ലിയർ അല്ലേ? ശരി. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നീറ്റ് 2015 ക്വസ്റ്റ്യൻ ആണ്. The position vector of a particle r as a function of time is given by r is equal to 4 sin 2 pi t I cap plus 4 cos 2 pi t j cap, where r is in meters and t is in seconds and I and j denotes the unit vector along x direction respectively. Then which of the following statement is wrong for the motion of particle? Okay. സോ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഒരു പാർട്ടിക്കിളിന്റെ പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ 4 ഓപ്ഷൻസിന്റെ കൂട്ടത്തിൽ ഇൻകറക്റ്റ് അല്ലേ വേണ്ടേ? അപ്പൊ പൊസിഷൻ വെക്ടർ r is equal to എന്ന് തന്നിരിക്കുന്നത് that is 4 sin 2 pi t I cap plus 4 cos 2 pi t j cap. ഒരു പാർട്ടിക്കിളിന്റെ പൊസിഷൻ വെക്ടർ അറിയാം. ഇപ്പൊ ഈ പൊസിഷൻ വെക്ടറിന് നമുക്ക് എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാമല്ലോ. കാരണം നമുക്ക് പൊസിഷൻ വെക്ടറിന്റെ ജനറൽ ഇക്വേഷൻ അറിയാം. പൊസിഷൻ വെക്ടറിന്റെ ജനറൽ ഇക്വേഷൻ എന്തുവാ, എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ് പഠിച്ചിട്ടുണ്ടാവല്ലോ. പൊസിഷൻ വെക്ടറിന്റെ ജനറൽ ഇക്വേഷൻ ആണ് ആർ ഇസ് ഈക്വൽ ടു എക്സ് കോർഡിനേറ്റ് ഇൻടു ഐ ക്യാപ് പ്ലസ് വൈ കോർഡിനേറ്റ് ഇൻടു ജെ ക്യാപ്. അപ്പൊ ആക്ച്വലി ഈ ഐ ക്യാപ്പിന്റെ കൂടെയുള്ള ഈ ടേം ഇതെന്തോ ഇത് ആക്ച്വലി എക്സ് കോർഡിനേറ്റ് അല്ലേ. അതേപോലെ ഇത് ഈ ടേം ഏതായിട്ട് വൈ കോർഡിനേറ്റ് ആണ്. അപ്പൊ പൊസിഷൻ വെക്ടറിന്റെ ജനറൽ ഇക്വേഷൻ ആണ് എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ്. അപ്പൊ ഇതെന്തായിരിക്കും, എക്സ് കോർഡിനേറ്റും ഇത് വൈ കോർഡിനേറ്റും അല്ലെ. അപ്പൊ ആദ്യത്തെ ഓപ്ഷനിൽ എന്താ പറയുന്നത്, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ ഇസ് 8 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, സോ വെലോസിറ്റിയുടെ വാല്യൂ 8 മീറ്റർ പെർ സെക്കൻഡ് ആണ് പറയുന്നത്. അപ്പൊ അതിന്റെ വെലോസിറ്റി കണ്ടുപിടിച്ചിട്ട് ചെക്ക് ചെയ്താൽ മതിയല്ലോ. വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്, നമുക്ക് എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് അറിയാമെങ്കിൽ സെപ്പറേറ്റ് വി എക്സ് വി വൈ കണ്ടുപിടിച്ചിട്ട് റിസൾട്ട് വെക്ടർ കണ്ടുപിടിച്ചാൽ പോരെ. അപ്പൊ നോക്കിയേ, എക്സിന്റെ വാല്യൂ എത്രയാ, എക്സ് ഇസ് ഈക്വൽ ടു 4 sin 2 pi t. ഇതാണ് എക്സ് കോർഡിനേറ്റ്. അപ്പൊ ഇത് നമുക്ക് വി എക്സ് കണ്ടുപിടിക്കാമല്ലോ, വെലോസിറ്റി ആണോ എക്സ് ആക്സിസ്. അതെന്തായിരിക്കും, d/dt ഓഫ് എക്സ് കോർഡിനേറ്റ് അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു d/dt ഓഫ് എക്സ് എന്തുവാ, 4 sin 2 pi t. ഡിഫറൻഷിയേറ്റ് ചെയ്ത് 4 കോൺസ്റ്റന്റ് ആണ് ഇതിന് പുറത്തെടുക്കാം. 4 into സൈൻ തീറ്റ, സൈൻ 2 pi t ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, കോസ് തീറ്റ കിട്ടത്തില്ലേ, പഠിച്ചിട്ടുണ്ടാവും. സൈൻ തീറ്റനെ നമ്മൾ d/dt ടേംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്, കോസ് തീറ്റ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി. കാരണം ടൈമിന്റെ ടേമിലൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ സൈൻ തീറ്റ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഒരു കോസ് തീറ്റ കിട്ടും, കോസ് തീറ്റ ഇൻറ്റു ഒരു ഡി തീറ്റ ബൈ ഡി ടി. ഓക്കെ, സോ സൈൻ തീറ്റ എന്ന് പറയുന്നത് തീറ്റയുടെ 2 pi t ആണ്. അപ്പൊ കോസ് തീറ്റ, കോസ് 2 pi t ഇൻറ്റു പിന്നെ ഡി തീറ്റ ബൈ ഡി ടി. ദാറ്റ് ഈസ് ഈ അകത്ത് കയറി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതിനെ സൈൻ തീറ്റ ഡിഫറൻഷിയേറ്റ് ചെയ്തു, അതിനുശേഷം അകത്ത് കയറി സൈൻ തീറ്റനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ തീറ്റ 2 pi t ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2 pi t ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2 pi എന്ന് കിട്ടത്തില്ലേ, 2 pi. അപ്പൊ വി എക്സിന് വരെ കിട്ടി, വി എക്സ് ഇസ് ഈക്വൽ ടു 4 into 2 pi, ദാറ്റ് ഈസ് 8 pi into cos 2 pi t എന്ന് കിട്ടും. വെലോസിറ്റിന്റെ എക്സ് കോമ്പണന്റ് കിട്ടി. ഇനി ഇതേപോലെ വി വൈ കണ്ടുപിടിച്ചാലോ. വൈന്റെ വാല്യൂ നമുക്കറിയാം, വൈ ഇസ് ഈക്വൽ ടു 4 cos 2 pi t അല്ലെ. അപ്പൊ ഇതിന് വി വൈ കണ്ടുപിടിച്ചാലോ, വി വൈ ഇസ് ഈക്വൽ ടു d/dt ഓഫ് വൈ കോർഡിനേറ്റ്. ദാറ്റ് ഈസ് d/dt ഓഫ് വൈ കോർഡിനേറ്റ് എന്തോ 4 cos 2 pi t അല്ലെ. 4 കോസ്റ്റ് ആണ് പുറത്തെടുക്കാം, 4 into കോസ് തീറ്റ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്, മൈനസ് സൈൻ തീറ്റ അല്ലേ, പഠിച്ചിട്ടുണ്ടാവും. d/dt ഓഫ്
cos theta is equal to minus sin theta into d theta by dt. Okay, so cos theta differentiate ചെയ്യുമ്പോൾ minus sin theta, അപ്പൊ into minus sin theta ക്ക് പകരം 2 pi t ആണ്, അപ്പൊ 2 pi t. cos theta differentiate ചെയ്തിട്ട് പിന്നെ അകത്തുള്ള ഫംഗ്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യണ്ടേ? 2 pi t ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? തീറ്റനെ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണ്ടേ? അപ്പൊ 2 pi t ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഒരു 2 pi കൂടി വരും. അപ്പൊ vy ന്റെ വാല്യൂ vy is equal to 4 into minus sin 2 pi t into 2 pi എത്ര കിട്ടും? ദാറ്റ് ഈസ് minus 8 pi sin 2 pi t എന്ന് കിട്ടും. അപ്പൊ vy ന്റെ വാല്യൂ കിട്ടി, vy is equal to minus 8 sin 2 pi t. അപ്പൊ ടോട്ടൽ വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഈ vx-യും vy-ന്റെയും കൂടി വെക്ടർ സം എടുത്താൽ മതിയല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു വെലോസിറ്റി v, ടോട്ടൽ വെലോസിറ്റി vക്ക് രണ്ട് കോമ്പണന്റ് ഉണ്ടാവും, ഒന്ന് vx-ഉം പിന്നെ ഒന്ന് vy-യും അല്ലെ. അപ്പൊ നമുക്ക് ഈ vx-ഉം ഈ vx-ഉം vy-യുടെ വാല്യൂ നമുക്കറിയാം. ഈ വെലോസിറ്റി ടോട്ടൽ വെലോസിറ്റി v കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? v is equal to root of vx square plus vy square അല്ലേ. രണ്ടിന്റെ കൂടെ സ്ക്വയർ എടുത്തിട്ട് റൂട്ട് കണ്ടുപിടിച്ചാൽ മതി. ചെയ്തോ. അപ്പൊ v is equal to root of vx square plus vy square. vx എത്രയാ? 8 pi cos 2 pi t അതിന്റെ സ്ക്വയർ അല്ലെ, പ്ലസ് vy എന്ന് പറയുമ്പോ minus 8 pi sin 2 pi t the whole square. ഇതല്ലേ ടോട്ടൽ വെലോസിറ്റി. സോൾവ് ചെയ്യുമ്പോൾ കിട്ടും റൂട്ട് ഓഫ് 8 pi cos സ്ക്വയർ തീറ്റയുടെ cos സ്ക്വയർ എടുക്കുമ്പോൾ 64 pi സ്ക്വയർ cos സ്ക്വയർ 2 pi t എന്ന് കിട്ടും. ശരിയല്ലേ? cos സ്ക്വയർ തീറ്റയുടെ സ്ക്വയർ എടുക്കുമ്പോൾ ഇതല്ലേ. ഓക്കെ, പിന്നെ ഇൻടു പ്ലസ് -8 പൈയുടെ സ്ക്വയർ എടുക്കുമ്പോൾ 64 പൈ സ്ക്വയർ തന്നെ കിട്ടും. മൈനസിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ സ്ക്വയർ പ്ലസ് പോസിറ്റീവ് തന്നെ അല്ലേ. അപ്പൊ -8 പൈയുടെ സ്ക്വയർ എടുക്കുമ്പോൾ 64 പൈ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. അപ്പൊ സൈൻ സ്ക്വയർ 2 pi t എന്ന് കിട്ടും. ഓക്കെ, ഇനി 64 പൈ സ്ക്വയർ കോമൺ എടുക്കാമല്ലോ. അപ്പോ v is equal to root of 64 pi സ്ക്വയറിന്റെ കോമൺ എടുക്കാം. അപ്പൊ 64 pi സ്ക്വയർ ഇൻടു ബ്രാക്കറ്റിൽ cos സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ അല്ലേ. അപ്പൊ cos സ്ക്വയർ 2 pi t പ്ലസ് സൈൻ സ്ക്വയർ 2 pi t അല്ലെ. ഇനി cos സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലെ. cos സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ is equal to 1 ആണ്. അപ്പൊ ഈ വാല്യൂ 1 അല്ലേ. അപ്പൊ v is equal to root of 64 pi സ്ക്വയർ into 1. 64 pi സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എന്താ കിട്ടുന്നത്? v is equal to 8 pi എന്ന് കിട്ടും. അപ്പൊ 8 pi എത്ര? മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ വെലോസിറ്റിയുടെ വാല്യൂ എന്താ കിട്ടിയ? വെലോസിറ്റി ടോട്ടൽ വെലോസിറ്റി മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോട്ടൽ വെലോസിറ്റി v is equal to 8 pi meter per second. Okay, so option A incorrect അല്ലേ. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി 8 meter per second ആണ് തന്നേക്കുന്നത്. നമുക്ക് കറക്റ്റ് വാല്യൂ 8 pi meter per second ആണ്. സോ ഓപ്ഷൻ എ ഇസ് ഇൻകറക്റ്റ്. അപ്പൊ അത് തന്നെയാണ് ആൻസർ, ഓപ്ഷൻ എ എന്ന് വരും. ഓക്കെ, അതിനകത്ത് 8 meter per second ആണ് എടുക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, NEET 2014. Okay, a particle is moving such that its position coordinates x, y are 2, 3 meter at t is equal to 0, 6, 7 at time t is equal to 2 seconds, and 13, 14 at time t is equal to 5 seconds. Then the average velocity vector from time t is equal to 2 to t is equal to 5 seconds. Okay, so the particle in the coordinates തന്നിട്ടുണ്ട്, നമുക്ക് അതിന്റെ ആവറേജ് വെലോസിറ്റി വേണ്ട അല്ലേ. അപ്പോ ഇതെങ്ങനെ ചെയ്യേണ്ട? ഗ്രാഫ് ആയിരിക്കും. ഓക്കെ, ദിസ് ഇസ് ദ ഗ്രാഫ് ആൻഡ് 3 കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. That is at the time t is equal to 2 seconds അതിന്റെ കോർഡിനേറ്റ് 2, 3 യും പിന്നെ ടൈം t is equal to 0 ലാണ് 2, 3. പിന്നെ ടൈം t is equal to 2 സെക്കൻഡിൽ ഇത് 6 ഉം 7 ഉം അല്ലെ. പിന്നെ അടുത്ത കോർഡിനേറ്റ് 13 ഉം 14 അല്ലെ. ഇത് ടൈം t is equal to 0 സെക്കൻഡ്, ടൈം t is equal to 2 സെക്കൻഡ് ആൻഡ് ടൈം t is equal to 5 സെക്കൻഡ്. നമുക്ക് എന്താ വേണ്ടേ? ആവറേജ് വെലോസിറ്റി അല്ലേ. ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ആവറേജ് വെലോസിറ്റി is equal to total displacement divided by
ടോട്ടൽ ടൈം അല്ലേ? ടോട്ടൽ ടൈം 5 സെക്കൻഡ് തന്നിട്ടുണ്ട്. 0 തൊട്ട് 5 സെക്കൻഡ് വരെയുള്ള ടോട്ടൽ ആവറേജ് വെലോസിറ്റി വേണ്ടേ. അപ്പൊ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ ടൈം 5 സെക്കൻഡ് ആയിരിക്കും തന്നിട്ടുണ്ട്. 0 to 5 സെക്കൻഡ് ആവറേജ് വെലോസിറ്റി വേണ്ടേ. ഇനി ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനായിട്ട് ഷോർട്ടസ്റ്റ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുത്താൽ പോലെ ഇനീഷ്യൽ ഇതാണല്ലോ ഇനീഷ്യൽ പോയിന്റ്, ഇത് ഇനീഷ്യൽ പോയിന്റും പിന്നെ ഇതാണ് ഫൈനൽ പോയിന്റ്. ദിസ് ഇസ് ദ ഇനീഷ്യൽ പോയിന്റ് ആൻഡ് ദിസ് ഇസ് ദ ഫൈനൽ പോയിന്റ്. അപ്പൊ ഇതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ്. ഷോർട്ടസ്റ്റ് പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ ഇത് വരും. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ്. ഇതിന് ഇടയ്ക്കൊരു പോയിന്റ് 6, 7 എന്ന് പറയുന്ന പോയിന്റ് വരുന്നുണ്ട്. പക്ഷെ അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി ഇനീഷ്യൽ ആൻഡ് ഫൈനൽ വാല്യൂ. ഇനീഷ്യൽ പോയിന്റിന് ഫൈനൽ പോയിന്റ് മാത്രമേ ഡിസ്പ്ലേസ്മെന്റ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. അതിന്റെ ഇടയ്ക്ക് വരുന്ന പോയിന്റ് ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ഇനീഷ്യൽ പോയിന്റ് ഫൈനൽ പോയിന്റ് മാത്രം എടുത്താൽ മതി. ഇനി ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു x2 മൈനസ് x1 i ക്യാപ് പ്ലസ് y2 മൈനസ് y1 j ക്യാപ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഫൈനൽ എക്സ് കോർഡിനേറ്റ് മൈനസ് ഇനീഷ്യൽ എക്സ് കോർഡിനേറ്റ് പ്ലസ് ഫൈനൽ y കോർഡിനേറ്റ് മൈനസ് ഇനീഷ്യൽ y കോർഡിനേറ്റ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് x1 ന്റെ വാല്യൂ എത്രയാ? ഇനീഷ്യൽ എക്സ് കോർഡിനേറ്റ് ഏതാ? 2 അല്ലേ? 2, 3 അല്ലേ എക്സ് ഇനീഷ്യൽ പോയിന്റ്. അപ്പൊ എക്സ് ഫൈനൽ ഇനീഷ്യൽ എക്സ് കോർഡിനേറ്റ് 2, പിന്നെ ഇനീഷ്യൽ y കോർഡിനേറ്റ് എന്താ? 3 ആണ്. അതേപോലെ ഫൈനൽ എക്സ് കോർഡിനേറ്റ് 13ഉം പിന്നെ ഫൈനൽ y കോർഡിനേറ്റ് 14ഉം. അപ്പൊ അതിൽ നിന്ന് ഡെൽറ്റ എസ് ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ എസ് കണ്ടുപിടിക്കാലോ. ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു x2 മൈനസ് x1 13 മൈനസ് 2 അല്ലേ? അപ്പൊ 13 മൈനസ് 2 11 i ക്യാപ് എന്ന് കിട്ടും. 11 i ക്യാപ് പ്ലസ് y2 മൈനസ് y1 j ക്യാപ് ഫൈനൽ മൈനസ് ഇനീഷ്യൽ. അപ്പൊ 14 മൈനസ് 3 14 മൈനസ് 3 എന്ന് പറയുമ്പോൾ ഇറ്റ് 11 തന്നെ കിട്ടത്തില്ലേ? അത്രയും j ക്യാപ്. അപ്പൊ ഡെൽറ്റ എസിന്റെ വാല്യൂ എന്താ കിട്ടിയ? ഡെൽറ്റ എസ് ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു 11 i ക്യാപ് പ്ലസ് 11 j ക്യാപ്. ഇനി ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് അതിന് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എസ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 11 i ക്യാപ് പ്ലസ് 11 j ക്യാപ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം 5 to 0 to 5 സെക്കൻഡ്സ് ആണ്. അപ്പൊ ടോട്ടൽ ടൈം 5 എന്ന് വരും അല്ലെ. ഇതിന്റെ 11 നമുക്ക് കോമൺ എടുക്കാം. അപ്പൊ 11 into i ക്യാപ് പ്ലസ് j ക്യാപ് ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടും. അത്രയും മീറ്റർ പെർ സെക്കൻഡ്. So average velocity is equal to 11 by 5 I cap plus J cap into meter per second. So option D is the answer. 11 by 5 into I cap plus J cap. Okay. Okay. The next question. NEET 2011. A body is moving with a velocity 30 meter per second towards east, and after 10 seconds its velocity becomes 40 meter per second towards north. Then the average acceleration of the body is. Okay. So the body inde initial velocity, final velocity തന്നിട്ടുണ്ട്. Initial velocity എത്രയാ? Initial velocity that is north, south, east, west ഒക്കെ അറിയാലോ. North, south, east and west. Okay. So initial velocity എത്രയായിരുന്നു? 30 meter per second അല്ലേ? ആദ്യമേ ഇനീഷ്യൽ വെലോസിറ്റി 30 മീറ്റർ പെർ സെക്കൻഡ് ആണ് അലോങ് ഈസ്റ്റ് ഡയറക്ഷൻ. ഇത് 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്നിട്ട് ഒരു 5 സെക്കൻഡ് കഴിഞ്ഞിട്ട് അല്ലേ? 5 സെക്കൻഡ് അല്ലേ? അല്ല 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇതിന്റെ വെലോസിറ്റി ഇവിടെ എവിടെ എത്തിയപ്പോഴത്തേക്കും വെലോസിറ്റി 40 മീറ്റർ പെർ സെക്കൻഡ് ടുവേർഡ്സ് നോർത്ത് ഡയറക്ഷൻ ആയി. അപ്പൊ നമുക്ക് ഇതിലെ ആവറേജ് എന്താ വേണ്ടേ? ആവറേജ് ആക്സലറേഷൻ ആണ് വേണ്ടത്. ആവറേജ് ആക്സലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ആവറേജ് ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അല്ലെ? ദാറ്റ് ഈസ് ഈക്വൽ ടു വി ഫൈനൽ മൈനസ് വി ഇനീഷ്യൽ അല്ലെ? ഇനീഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ടോട്ടൽ ടൈം ഡെൽറ്റ ടി 10 സെക്കൻഡ്സ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനീഷ്യൽ മൈനസ് ഫൈനൽ, ഫൈനൽ മൈനസ് ഇനീഷ്യൽ എടുത്താൽ പോലെ 40 30 കൂടി മൈനസ് ചെയ്യണം. ഓക്കെ. സോ ഇത് ചുമ്മാ മൈനസ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഇത് ആക്ച്വലി വെക്ടേഴ്സ് ആണ്. ചുമ്മാ മൈനസ് ചെയ്തിട്ട് ഇത് 40 മൈനസ് 40 10 എന്ന് പറയരുത്. ഇത് ആക്ച്വലി വെക്ടേഴ്സ് ആണ്. അപ്പൊ മൈനസ് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത്? അപ്പൊ നമുക്ക് ഇതാണ് ഫൈനൽ വി വാല്യൂ, ഇതാണ് യു. അപ്പൊ മൈനസ് ചെയ്യാനായിട്ട് ആദ്യമേ ഇതിന് വെക്ടർ ആക്കിക്ക്. ഇതിപ്പോ 2 ടെയിൽ കൂടി കോയിൻസൈഡ് ചെയ്യുന്നില്ലല്ലോ. നമ്മൾ കഴിഞ്ഞ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞാണ് 2 വെക്ടേഴ്സ് ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ടെയിൽ ഷുഡ് ബി കോയിൻസൈഡിങ് അറ്റ് എ സിംഗിൾ പോയിന്റ്. അപ്പൊ ഇവിടെ ടെയിൽ കോയിൻസൈഡ് ചെയ്യുന്നില്ല. അപ്പൊ ഇതിനൊന്ന് റീ അറേഞ്ച് ചെയ്യുമ്പോൾ ഇതിങ്ങനെ വരും. ഇതാണ് 40, ഇതാണ് 30, ഇതാണ് കറക്റ്റ്.
ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഇവിടെ ഇതിന്റെ ടെയിലും ഇതിന്റെ ടെയിലും കൂടി കോയിൻസൈഡ് ചെയ്യുന്നില്ല. രണ്ടിന്റെ ടെയിൽ ഷുഡ് കോയിൻസൈഡിങ് ആയിട്ട് സെയിം പോയിന്റ്, എന്നാലും അതിനെ ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ നമുക്ക് പറ്റത്തുള്ളൂ. പറഞ്ഞ മനസ്സിലായോ? ഇനി നമുക്ക് 40 മൈനസ് ചെയ്യണം. 40 30 മൈനസ് ചെയ്യണമെങ്കിൽ ഈ 30ന്റെ ഒരു ഓപ്പോസിറ്റ് വെക്ടർ എടുത്താൽ മതിയല്ലോ. അങ്ങോട്ടേക്ക് ഒരു 30 ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് ഒരു -30 എടുക്കാം നമുക്ക്. ഓക്കെ, ഇനി 40 മൈനസ് 30 കൂടി ആഡ് ചെയ്യുമ്പോൾ അത് 40 മൈനസ് 30 തന്നെ ആയിരിക്കുമല്ലോ. ഇപ്പൊ 40 മൈനസ് 30 എന്ന് പറയുമ്പോൾ അതിന് 40 പ്ലസ് -30 ആയാലും പോരെ. 40 മൈനസ് 30 അങ്ങനെ എടുത്താലും പോരെ. അപ്പൊ രണ്ട് വെക്ടേഴ്സ് കൂടി മൈനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മൈനസ് ചെയ്യുന്നതിന് പകരം ഇതിന്റെ നെഗറ്റീവ് എടുത്തിട്ട് അപ്പുറത്തേക്ക് ആഡ് ചെയ്താൽ മതി. അപ്പൊ വെലോസിറ്റി v മൈനസ് ദാറ്റ് ഈസ് v മൈനസ് യുവിന് പകരം നമുക്ക് v പ്ലസ് മൈനസ് യു എന്ന് എടുക്കാം. രണ്ട് സെയിം തന്നെ അല്ലേ. v മൈനസ് യു എന്ന് പറയുമ്പോൾ v പ്ലസ് മൈനസ് യു ആണ്. ഡിവൈഡ് ബൈ 10 എന്ന് വരും. അപ്പൊ 30 ആണ് 40 മൈനസ് ചെയ്യേണ്ടത്. അപ്പൊ 30 മൈനസ് ചെയ്യുന്നതിന് പകരം 30ന്റെ ഓപ്പോസിറ്റ് -30 എടുക്കുക. ആ -30 40 കൂടി ആഡ് ചെയ്താൽ മതി. അപ്പൊ നോക്കുമ്പോ ഇങ്ങോട്ടേക്ക് ഒരു 40, പിന്നെ ഈ ഡയറക്ഷനിൽ ഒരു -30. അപ്പൊ ഇത് ആഡ് ചെയ്താൽ പോരെ. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് v -30 എന്നാവുമല്ലോ, 40 -30 എന്നാവുമല്ലോ. ഇതിന് അഡീഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്കായിരിക്കും അല്ലെ. അതിന്റെ വാല്യൂ എത്രയാ പഠിച്ചിട്ടുണ്ടാവും? വെക്ടർ a മൈനസ് വെക്ടർ b, ദാറ്റ് ഈസ് വെക്ടർ a മൈനസ് വെക്ടർ b ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ പ്ലസ് മൈനസ് 2ab cos തീറ്റ. ഇതെല്ലാം വാല്യൂ. രണ്ട് വെക്ടേഴ്സ് കൂടി മൈനസ് ചെയ്യുമ്പോൾ മാഗ്നിറ്റ്യൂഡിന്റെ ഇക്വേഷൻ ആണ് ഇത്. അപ്പൊ 30 മൈനസ് 40 എന്ന് ചെയ്യുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 40 സ്ക്വയർ പ്ലസ് 30 സ്ക്വയർ മൈനസ് 2 ഇൻടു 30 ഇൻടു 40 ഇൻടു കോസ്. എത്ര ആംഗിൾ എത്രയാ? 30 40 എടുക്കുക ആംഗിൾ 90 ഡിഗ്രി അല്ലേ. അപ്പൊ 90 എന്ന് വരും. ഇനി കോസ് 90 എന്ന് പറയുമ്പോൾ 0 ആണ്. അപ്പൊ ഈ മൊത്തം ടേമിന് 0 ആയിപ്പോയി. അപ്പൊ വെക്ടർ എ മൈനസ് വെക്ടർ ബി ഇസ് ഈക്വൽ ടു എത്രയായിട്ടും റൂട്ട് ഓഫ് 40 സ്ക്വയർ പ്ലസ് 30 ന്റെ സ്ക്വയർ അല്ലെ. ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1600 പ്ലസ് 900 900 ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2500 അല്ലെ. ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് എടുക്കുമ്പോൾ 50 തന്നെ കിട്ടും. അപ്പൊ 50 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ v മൈനസ് യുക്ക് പകരം v പ്ലസ് മൈനസ് യു എന്ന് എടുത്താൽ മതി. ഒരു വെക്ടറിനെ സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ അത് സബ്ട്രാക്ട് ചെയ്യാതെ അതിന് ഓപ്പോസിറ്റ് എടുത്തിട്ട് ആഡ് ചെയ്താൽ മതി. അതാണ് ട്രിക്ക്. അപ്പൊ 30 മൈനസ് ചെയ്തതിന് പകരം 30യുടെ -30 എടുത്തിട്ട് അത് അങ്ങോട്ടേക്ക് ആഡ് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് വെലോസിറ്റിന്റെ ഡിഫറൻസ് എന്ത് കിട്ടി? 50 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. അപ്പൊ ഇത് ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ആക്സലറേഷന്റെ വാല്യൂ ആക്സലറേഷൻ a ഇസ് ഈക്വൽ ടു ആക്സലറേഷൻ, കാരണം ഡെൽറ്റ വിയുടെ വാല്യൂ ആണ് നമുക്ക് 50 മീറ്റർ പെർ സെക്കൻഡ് കിട്ടിയത്. അപ്പൊ a ഇസ് ഈക്വൽ ടു 50 ഡിവൈഡഡ് ബൈ ടൈം 10 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, സോ ആക്സലറേഷൻ എത്രയാണ്? 5 മീറ്റർ പെർ സെക്കൻഡ്. സോ ഓപ്ഷൻ D is the answer, 5 meter per second. Okay. A particle moves in xy plane according to the rule x is equal to a sin omega t and y is equal to a cos omega t. Then the particle shows elliptical path, circular path, parabolic path, straight line. Okay. സോ ഒരു പാർട്ടിക്കിളിന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും തന്നിട്ടുണ്ട്. നമുക്ക് എന്താ വേണ്ടേ? നമുക്ക് അതിന്റെ പാത്തിന്റെ ഷേപ്പ് അല്ലേ വേണ്ടേ? എലിപ്റ്റിക്കൽ ആണോ, പരാബോള ആണോ, അത് സർക്കിൾ ആണോ എന്നാണ് വേണ്ടേ അല്ലെ. അപ്പൊ എങ്ങനെ ചെയ്യും നോക്കിയോ? നമുക്ക് എക്സ് കോർഡിനേറ്റ് വാല്യൂ എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി, പിന്നെ എ സൈൻ ഒമേഗ ടി ആൻഡ് വൈ ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി. രണ്ട് കോമ്പണന്റ്സ്, രണ്ട് കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ആദ്യത്തെ ഓപ്ഷൻ എലിപ്റ്റിക്കൽ പാത്ത്. എലിപ്സ് നമുക്ക് പഠിക്കാനില്ല, ഫിസിക്സിൽ നമുക്ക് എലിപ്സ് പഠിക്കാനില്ല. നമുക്ക് ആകെ 3 പാത്തേ പഠിക്കാനുള്ളൂ. ഏതൊക്കെയാ? ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ, പിന്നെ പരാബോള, പിന്നെ സർക്കുലർ പാത്ത്. അപ്പൊ എലിപ്സ് എന്തായാലും വരത്തില്ല. എലിപ്സ് എന്ന് പറയുമ്പോൾ മാത്സിലാണ് നമുക്ക് പഠിക്കുന്നത്. ഫിസിക്സിൽ നമുക്ക് എലിപ്റ്റിക്കൽ പാത്ത് നമ്മുടെ സിലബസിൽ പഠിക്കാനില്ല. അപ്പൊ എലിപ്റ്റിക്കൽ പാത്ത് എന്തായാലും വരില്ല, കാരണം അതിന്റെ ഇക്വേഷനും അതിന്റെ മോഷനും ഒന്നും തന്നെ നമ്മൾ പഠിച്ചിട്ടില്ല. നമുക്ക് ആകെ 3 മോഷനെ പഠിക്കാനുള്ളൂ. ഒന്ന് പ്രൊജക്ടൈൽ മോഷൻ, ദാറ്റ് ഈസ് പരാബോള, പിന്നെ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ, പിന്നെ സർക്കുലർ മോഷൻ. സോ ഓപ്ഷൻ എ എന്തായാലും നോക്കണ്ട, അതെന്തായാലും വരത്തില്ല.
ഇനി ഓപ്ഷൻ ബി സർക്കുലർ പാത്ത്. ഇത് സർക്കുലർ പാത്ത് ആണ് ചെക്ക് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഈ സർക്കിളിന്റെ ഇക്വേഷൻ അറിയാം. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ഇതല്ലേ സർക്കിളിന്റെ ഇക്വേഷൻ. Where x is the x coordinate, y is the y coordinate, and a is the radius or amplitude. Okay, പഠിച്ചിട്ടുണ്ടാവല്ലോ. So this is the equation of circle. അപ്പൊ ഇത് സോൾവ് ചെയ്തിട്ട് 1 കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. എക്സ് സ്ക്വയറിനെ എ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം, വൈ സ്ക്വയറിനെ എ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് 1 കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. 1 കിട്ടുന്നുണ്ടെങ്കിൽ ഇത് സർക്കിൾ ആയിരിക്കും. ഓക്കെ, വേർ എ എന്തുവാ? എ ഇസ് ദി റേഡിയസ് ഓർ ആംപ്ലിറ്റ്യൂഡ്. റേഡിയസ് ഓർ ആംപ്ലിറ്റ്യൂഡ് എന്തായാലും പറയാം. ഓക്കെ, അപ്പൊ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ എടുത്തേ. എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി കിട്ടത്തില്ല. ഇതല്ലേ എക്സ്. അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി ഡിവൈഡഡ് ബൈ എ സ്ക്വയർ അല്ലെ, പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി കിട്ടും ഡിവൈഡഡ് ബൈ എ സ്ക്വയർ. അപ്പൊ ഇതിൽ നമുക്ക് എ കട്ട് ചെയ്ത് കളയാം, ഇവിടുന്ന് എ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, പിന്നെ എന്താ കിട്ടുന്നത്? അപ്പൊ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് കോസ് സ്ക്വയർ ഒമേഗ ടി കിട്ടും. ഇനി സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണെന്നറിയാലോ. അപ്പൊ ഇതിന്റെ വാല്യൂ സോൾവ് ചെയ്ത് വരുമ്പോൾ 1 എന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ വൈ സ്ക്വയർ ബൈ എ സ്ക്വയറിന്റെ വാല്യൂ 1 കിട്ടുന്നുണ്ടെങ്കിൽ ഈക്വേഷൻ ഏത് ഇക്വേഷൻ? ഇക്വേഷൻ ഓഫ് സർക്കിൾ. അപ്പൊ ഈ പാത്ത് എങ്ങനെയായിരിക്കും? പാത്ത് വിൽ ബി എ സർക്കുലർ പാത്ത്. അപ്പൊ ഓപ്ഷൻ എ ഇസ് ദി ആൻസർ. ഇറ്റ് ഇസ് സർക്കുലർ പാത്ത് ആണ്. എങ്ങനെ ചെയ്യേണ്ടത് മനസ്സിലായാലും ഈ സർക്കിളിന്റെ ഇക്വേഷൻ മാത്രം ഓർത്ത് വെച്ചാൽ മതി. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. അപ്പൊ എക്സ് കോർഡിനേറ്റിന്റെ സ്ക്വയർ എടുക്കുക ഡിവൈഡഡ് ബൈ എ സ്ക്വയർ, വൈ കോർഡിനേറ്റിന്റെ സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ. രണ്ടും കൂടി കൂട്ടുമ്പോൾ 1 കിട്ടുന്നുണ്ടെങ്കിൽ അത് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ഈ ഫോർമാറ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് പാത്ത് എന്താ? സർക്കുലർ ആണ്. ഓക്കെ, സോ ഓപ്ഷൻ ബി ഇസ് ദി ആൻസർ. ഓക്കെ, next question. A particle starting from origin moves in a straight line in the xy plane. Its coordinate at later time is √3 and 3. Then the path of the particle makes an angle with the x-axis is okay. So the particle the coordinates തന്നിട്ടുണ്ട്. ആണ് ഗ്രാഫ് നിൽക്കട്ടെ. So initial coordinate എന്താ? Initial coordinate is 0 0 തന്നിട്ടുണ്ട്. ഫൈനൽ കോർഡിനേറ്റ് 3 √3 അല്ലെ, √3 ആയിട്ട് 3 തന്നിട്ടുണ്ട്. അപ്പൊ ഈ പാർട്ടിക്കിളിന്റെ പാത്ത് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ആ സ്ട്രെയിറ്റ് ലൈനും എക്സ് ആക്സിസുമായിട്ടുള്ള ആംഗിൾ, ഈ ആംഗിൾ തീറ്റയാണ് നമുക്ക് വേണ്ടത്. ഈ തീറ്റയാണ് വേണ്ടത്. ഇപ്പൊ സിമ്പിൾ ആണല്ലോ. ഈ ആംഗിൾ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് √3 3 ആണെങ്കിൽ ഈ വാല്യൂ എത്രയായിരിക്കും? ഇത് എത്രയായിരിക്കും? ഇത് √3 ആയിരിക്കില്ലേ അല്ലെ? എക്സ് ആക്സിലെ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ ഈ √3. അതേപോലെ ഇത് ഈ വാല്യൂ എത്രയായിരിക്കും? ഇത് 3 ആണല്ലോ. അപ്പൊ തീറ്റ കണ്ടുപിടിക്കാനായിട്ട് ടാൻ തീറ്റ കണ്ടുപിടിച്ചാൽ പോരെ. അപ്പൊ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്, ദാറ്റ് ഇസ് 3 ഡിവൈഡഡ് ബൈ √3 എന്ന് കിട്ടും അല്ലെ. ഡിവൈഡ് ചെയ്യുമ്പോൾ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു 3 √3 കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ മുകളിൽ √3. അപ്പൊ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു √3. അപ്പൊ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് √3 എന്ന് കിട്ടും. അത് എത്രയാ? 60 ഡിഗ്രി അല്ലേ? ടാൻ 60 അല്ലേ √3. അപ്പൊ തീറ്റന്റെ വാല്യൂ എത്ര കിട്ടും? 40 ഡിഗ്രി എന്ന് കിട്ടും. സോ ഓപ്ഷൻ ബി ഇസ് ദി ആൻസർ. തീറ്റ ഇസ് ഈക്വൽ ടു √3. ഓക്കെ, ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. NEET 2021. Okay, കഴിഞ്ഞ വർഷത്തെ നീറ്റ് ആണ്. A car starts from rest and accelerates at 5 meters per second square. At a time t is equal to 4 seconds, a ball is dropped out of a window by a person sitting in the car. What is the velocity and acceleration of the ball at a time t is equal to 6 seconds? Okay, g ന്റെ വാല്യൂ 10 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്? ഒരു കാർ അല്ലേ, ഒരു കാർ റെസ്റ്റ് ചെയ്ത് തുടങ്ങി, അതിന് ആക്സലറേഷൻ 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. അപ്പോ 4 സെക്കൻഡ് കഴിയുമ്പോൾ അറ്റ് ടൈം t = 4 സെക്കൻഡ് കാറിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഒരാള് പുറത്തേക്ക് ഒരു ബോൾ എറിയാണ് അല്ലെ. ഒരു ബോൾ ഇസ് ഡ്രോപ്പിംഗ് ഔട്ട് ഓഫ് ദ വിൻഡോ. അപ്പൊ വിൻഡോയിൽ നിന്ന് പുറത്തേക്ക് ഒരു ബോൾ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ആ ബോളിന്റെ വെലോസിറ്റിയും ആക്സലേഷൻ നമുക്ക് വേണ്ട അറ്റ് t = 6 സെക്കൻഡ്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാണല്ലോ. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഒരു കാർ അല്ലേ, അപ്പം നമ്മുടെ റോഡ്, ഒരു കാർ
ഓക്കെ, ഒരു കാറാന്നിരിക്കട്ടെ, വല്ലാത്ത കാറായി പോയി, എന്നാലും കാറ്. ഓക്കെ, സോ ഇതിന് ഇനീഷ്യൽ വെലോസിറ്റി അറ്റ് ടൈം t = 0 ഇനീഷ്യൽ വെലോസിറ്റി 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം കാർ ആദ്യമേ റെസ്റ്റിലാണ് അല്ലെ. അതിന്റെ ആക്സിലറേഷൻ എത്ര തന്നിരിക്കുന്നത്? 5 m/s². അപ്പൊ ഇനീഷ്യലി ദ ഇനീഷ്യൽ വെലോസിറ്റി is 0 ആൻഡ് ആക്സിലറേഷൻ എത്രയാണ്? 5 m/s². ഇനി ടൈം t = 4 സെക്കൻഡിന്റെ ബോൾ എറിയുന്നത്. ടൈം t = 4 സെക്കൻഡിൽ വിൻഡോയിൽ പുറത്തേക്ക് ഒരു ബോൾ എറിയാണ്. അപ്പൊ t = 4 സെക്കൻഡ് കാറിന് ഒരു വെലോസിറ്റി ഉണ്ടാവുമല്ലോ. ആ വെലോസിറ്റി എത്രയായിരിക്കും? ദാറ്റ് ഈസ് ഫൈനൽ വെലോസിറ്റി അറ്റ് t = 4 സെക്കൻഡ് എത്രയായിരിക്കും? v = u + t, u + at കാൽക്കുലേറ്റ് ചെയ്താൽ പോലെ v = u + t അപ്ലൈ ചെയ്യാലോ. അപ്പൊ v = u ന്റെ വാല്യൂ 0 പ്ലസ് a ന്റെ വാല്യൂ 5 m/s² ഇൻടു t ന്റെ വാല്യൂ 4 സെക്കൻഡ്. അപ്പൊ v = എത്ര കിട്ടും? 5 × 4 ദാറ്റ് ഈസ് 20 m/s കിട്ടും. അപ്പൊ ടൈം t = 4 സെക്കൻഡ് കാറിന്റെ ഫൈനൽ വെലോസിറ്റി എത്രയാ? 20 m/s ആണല്ലോ. ഇനി ഇതേ സെക്കൻഡ് അല്ല ബോൾ പുറത്തേക്ക് എറിയുന്നേ. അപ്പൊ ഈ ഒരു ബോൾ, ഇപ്പൊ ഇതാണ് ബോൾ തിരിക്കട്ടെ, അപ്പൊ ബോൾ പുറത്തേക്ക് എറിയാണ് അല്ലെ. അപ്പൊ ഈ ബോളിന്റെ വെലോസിറ്റി എന്തായിരിക്കും? ടൈം t = 4 സെക്കൻഡ് ബോളിന്റെ വെലോസിറ്റി എത്രയായിരിക്കും? 0 ആയിരിക്കോ? അല്ല, 20 m/s തന്നെ ആയിരിക്കും. എന്താ കാര്യം? കാരണം ആ സമയത്ത് ആ ബോളും ആ കാറും ഒരേപോലെ തന്നെ മുന്നോട്ട് പോകുന്നത് അല്ലെ. കാറിന്റെ വെലോസിറ്റി എന്താണോ അത് തന്നെയായിരിക്കും ബോളിന്റെ വെലോസിറ്റി. അപ്പൊ ഈ കേസിൽ ടൈം t = 4 സെക്കൻഡിന് ബോളിന്റെ വെലോസിറ്റി 0 അല്ല, പിന്നെ എത്രയാണ്? 20 m/s ആണ്. കാരണം ആ ബോൾ ആ കാറിന്റെ ഉള്ളിലായിരുന്നു. അത് പുറത്തേക്ക് എറിയുമ്പോഴത്തേക്കും എന്തായിരുന്നു കാറിന്റെ വെലോസിറ്റി അത് തന്നെ ആയിരിക്കും ബോളിന്റെ വെലോസിറ്റി. അപ്പൊ ബോളിന് ഒരു വെലോസിറ്റി ഉണ്ട്. ബോളിന്റെ അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാ? അതിന്റെ ടൈം t = 4 സെക്കൻഡ് ബോളിന്റെ വെലോസിറ്റി എത്രയാ? 20 m/s ആയിരിക്കും. അത് എങ്ങോട്ടേക്കാണ്? കാറിന്റെ അതേ ഡയറക്ഷൻ ആയിരിക്കില്ലേ. കാർ എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്ന ബോളും ആ കാറിന്റെ ഒപ്പം അങ്ങോട്ട് പോവല്ലേ. അപ്പൊ അതിന്റെ വെലോസിറ്റി 20 m/s അതേ ഡയറക്ഷനിലേക്കായിരിക്കും. ഈ ഡയറക്ഷൻ പറയുമ്പോൾ നമുക്ക് ഇതിന് x ആക്സിസ് ആയിട്ട് എടുക്കാം, ഇത് x ആക്സിസ് ആൻഡ് y ആക്സിസ്. ഓക്കെ, അപ്പൊ ആക്ച്വലി 20 m/s എന്താണ്? ആ ബോളിന്റെ വെലോസിറ്റി അറൗണ്ട് x ഡയറക്ഷൻ ആണ്. vx ആണ് 20 m/s. അപ്പൊ ബോളിന്റെ vx നമുക്ക് കിട്ടി, അല്ലെ ux എന്ന് പറയാൻ തന്നെ ux ഇനീഷ്യൽ വെലോസിറ്റി ആണ്. അപ്പൊ ux = 20 m/s നീട്ടി പറയുന്നത് മനസ്സിലായോ? അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ബോൾ 0 അല്ല, പിന്നെ എന്തുവാ? 20 m/s ആണ്. ആ കാറ് x ഡയറക്ഷനിലേക്ക് പോകുന്നത് കൊണ്ട് അതിന് നമുക്ക് ux എന്ന് പറയാം. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ബോൾ അലോങ് ux അലോങ് x ആക്സിസ് എത്രയാണ്? 20 m/s. ഇനി uy എത്രയായിരിക്കും? uy 0 അല്ലേ. കാരണം വെർട്ടിക്കൽ ആയിട്ട് ബോളിന്റെ വെലോസിറ്റി ഒന്നും ഇല്ല. കാറ് വെർട്ടിക്കൽ ആയിട്ടല്ല, ഹൊറിസോണ്ടൽ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ വെർട്ടിക്കൽ കോമ്പണന്റ് വെലോസിറ്റി ഒന്നും തന്നെ ഇല്ല. അപ്പൊ കാറിന്റെ വെർട്ടിക്കൽ വെലോസിറ്റി ഇല്ലാത്തതുകൊണ്ട് ബോളിന് വെർട്ടിക്കൽ വെലോസിറ്റി ഉണ്ടാവത്തില്ല. അപ്പൊ uy എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ബോളിന്റെ ux uy നമുക്ക് കിട്ടിയല്ലോ. ഈ നമുക്ക് vx vy കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പൊ എന്തെങ്കിലും നോക്കിയാൽ vy എങ്ങനെ കണ്ടുപിടിക്കും? ദാറ്റ് ഈസ് vx = ux plus ax into t. ഇത് അപ്ലൈ ചെയ്താൽ പോലെ vx = ux plus ax into t. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് 2 ഡയമെൻഷൻ മോഷന്റെ ക്വസ്റ്റ്യനിലെ x ആക്സിസ് y ആക്സിസ് സെപ്പറേറ്റ് ചെയ്ത് സോൾവ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇതിനെ ഒന്നിച്ച് സോൾവ് ചെയ്യാതെ x ആക്സിസ് y ആക്സിസ് സെപ്പറേറ്റ് സോൾവ് ചെയ്തിട്ട് അവസാനം അതിന്റെ റിസൾട്ട് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ x ആക്സിൽ ബോളിന്റെ x ആക്സിൽ വാല്യൂ എത്രയാ? 20 m/s ഇനീഷ്യൽ വാല്യൂ. അപ്പൊ vx = ux എത്രയാ? 20 m/s പ്ലസ് ax എത്രയാ? ഈ ഡയറക്ഷൻ ആക്സിലറേഷൻ എത്രയാ? ഈ ഡയറക്ഷൻ ആക്സിലറേഷൻ ഒന്നും ഇല്ലല്ലോ, കാരണം ബോൾ കാറിൽ നിന്ന് വിട്ടുപോയി. കാറിന്റെ ആക്സിലറേഷൻ ആണ് 5 m/s. ആ ബോള് കാറിന്റെ പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും പിന്നെ ഇതിന്റെ പുറത്തെ ആക്സിലറേഷൻ ഒന്നും ഇല്ല. ഈ ഡയറക്ഷനിലേക്ക് ഈ ബോള് ഇവിടെ എത്തുമ്പോഴത്തേക്കും ഈ ബോളിന്റെ പുറത്ത് ആകെയുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അത് വെർട്ടിക്കൽ ഡയറക്ഷൻ അല്ലേ, y ആക്സിസിലാണല്ലോ. x ആക്സിൽ ആ ബോളിന്റെ പുറത്തെ ആക്സിലറേഷൻ വല്ലതും ഉണ്ടോ? ഇല്ല, കാരണം ഈ ആക്സിലറേഷൻ കാറിന്റെ ആക്സിലറേഷൻ ആണ്. ആ ബോൾ കാറിന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ആ കാറും ആ ബോളും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അപ്പൊ ആക്സിലറേഷൻ ഈ 5 m/s² ആക്സിലറേഷൻ ഇവിടെ വരത്തില്ല. ഇതിന് ഈ ബോളിന്റെ പുറത്ത് ആകെയുള്ള ആക്സിലറേഷൻ ഗ്രാവിറ്റിയിലെ ആക്സിലറേഷൻ ആണ്, കാറിന്റെ ആക്സിലറേഷന്റെ പുറത്ത് വരത്തില്ല. അപ്പൊ ഇങ്ങോട്ടേക്ക് ax ന്റെ വാല്യൂ 0 അല്ലേ, ax ന്റെ വാല്യൂ നമുക്ക് 0 ആയിട്ട് എടുക്കാം. ഹൊറിസോണ്ടൽ ഡയറക്ഷനില് ബോളിന്റെ പുറത്ത് ആക്സിലറേഷൻ ഒന്നും ഇല്ല. അപ്പൊ ഇത് 0 വരെ ഉണ്ടോ? അപ്പൊ 0 × ടൈം t. ന്റെ വാല്യൂ എത്രയാ? ന്റെ വാല്യൂ 6 ആണ് എടുക്കട്ടെ. നമുക്ക് ടൈം t = 6 സെക്കൻഡ്സിന്റെ വെലോസിറ്റി അല്ലേ വേണ്ടേ. അതിൽ ടൈം t യുടെ വരെ 6 ആണ് കുട്ടിയേണ്ട. അല്ല, 4 തുടങ്ങി 6 വരെയാണ്. അപ്പൊ ടൈം = 2 സെക്കൻഡ് ആയിരിക്കും. അപ്പൊ ന്റെ വാല്യൂ 2 ആണ്. 0 × 2 എന്തായാലും 0 ആയി പോകും. അപ്പൊ vx ന്റെ വാല്യൂ 20 തന്നെ കിട്ടും, 20 m/s. പറഞ്ഞു മനസ്സിലായി. അപ്പൊ ബോളിന്റെ ഹോറിസോണ്ടൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും, കാരണം അങ്ങോട്ടേക്ക് ആക്സിലറേഷൻ ഒന്നും തന്നെ ഇല്ല. ആക്സിലറേഷൻ നേരെ താഴേക്കാണ്, ഗ്രാവിറ്റിയുടെ ഡയറക്ഷനിലേക്കാണ്. ഓക്കെ,
ഇനി വി വൈന്റെ വാല്യൂ കണ്ടുപിടിച്ച് വി വൈന്റെ വാല്യൂ എന്തായിരിക്കും? വി വൈ ഇസ് ഈക്വൽ ടു യു വൈ പ്ലസ് എ വൈ ഇൻടു ടി. ശരിയല്ലേ? വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി along x direction plus acceleration along y direction plus acceleration along y direction into t. ശരിയല്ലേ? vy is equal to uy plus ay into t. That is equal to uy 0 അല്ലേ? കാരണം ആദ്യമേ കാർ അങ്ങോട്ടേക്ക് പോകുമ്പോ ബോൾ അങ്ങോട്ടേക്ക് തന്നെ അല്ലേ? അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി 0 അല്ലേ? വെർട്ടിക്കൽ ഡയറക്ഷൻ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. uy ന്റെ വാല്യൂ 0 ആണ്. അപ്പൊ 0 പ്ലസ് ay ന്റെ വാല്യൂ എത്രയാ? ay എന്ന് പറയുമ്പോൾ ആക്സിലേഷൻ along y direction, അത് g ആണല്ലോ അല്ലെ? കാരണം വെർട്ടിക്കൽ ഡയറക്ഷൻ അപ്പൊ ജി, അപ്പൊ താഴേക്കാണ്. അപ്പൊ അത് 10 എന്നായിട്ട് എടുക്കാം. ജിയുടെ വാല്യൂ 10 തന്നിട്ടുണ്ട്. ഇൻടു ടൈമിന്റെ വാല്യൂ എത്രയാ? ടൈം t = 6 സെക്കൻഡ് ആണ്. അപ്പൊ ടി ന്റെ വാല്യൂ 6 ആണോ? അല്ല, 4 ന്നാ തുടങ്ങിയത്. ടൈം t = 4 സെക്കൻഡിൽ 6 സെക്കൻഡ് വരെ. അപ്പൊ ട്രാവൽ ചെയ്ത ടൈം 2 സെക്കൻഡ് അല്ലേ ഉള്ളൂ. 6 എടുക്കാൻ പറ്റുമോ? 6 - 4 അല്ലേ? 0 എന്നല്ല തുടങ്ങിയത്, 4 ന്നാ തുടങ്ങിയത്. അപ്പൊ 4 തൊട്ട് 6 വരെ. അപ്പൊ ട്രാവൽ ചെയ്ത ടൈം 2 സെക്കൻഡ്സേ ഉള്ളൂ. അപ്പൊ ടിയുടെ വാല്യൂ 2 ആണ്. അപ്പൊ വി വൈയുടെ വാല്യൂ എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പൊ നോക്കിയേ, യു എക്സിന്റെ വാല്യൂ 20 മീറ്റർ പെർ സെക്കൻഡ്, വി വൈയുടെ വാല്യൂയും 20 മീറ്റർ പെർ സെക്കൻഡ്. വി എക്സ് 20 മീറ്റർ പെർ സെക്കൻഡ്, വി വൈ 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ടോട്ടൽ വെലോസിറ്റി വി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ അല്ലെ? ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 20 സ്ക്വയർ പ്ലസ് 20 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 റൂട്ട് 2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പൊ വെലോസിറ്റിയുടെ വാല്യൂ എന്ത് ചെയ്യും? ടോട്ടൽ വെലോസിറ്റി ഓഫ് ദ ബോൾ എത്രയാ? 20 റൂട്ട് 2 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, പിന്നെ അതിനെ പുറത്ത് ആക്സലറേഷൻ എത്ര ആയിരിക്കും? ആക്സലറേഷൻ ആകെ ഗ്രാവിറ്റിയുടെ ആക്സലറേഷൻ മാത്രമല്ലേ ഉള്ളൂ. ഹോറിസോണ്ടൽ ആക്സലറേഷൻ ഉണ്ടോ? ഇല്ല. ഹോറിസോണ്ടൽ ആക്സലറേഷൻ 5 മീറ്റർ പെർ സെക്കൻഡ് എടുക്കാൻ പറ്റത്തില്ല. അത് കാറിന്റെ ആക്സലറേഷൻ ആണ്. ആ ബോൾ കാറിന് പുറത്തേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ബോളും കാറുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അപ്പൊ ആക്സലറേഷൻ ഓഫ് ദ കാർ നമുക്ക് ബോളിന്റെ ആക്സലറേഷൻ ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ അതിന്റെ പുറത്ത് ആകെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അതിന്റെ വാല്യൂ 10 മീറ്റർ പെർ സെക്കൻഡ് വരും. സോ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരും. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ഓപ്ഷൻ ചെയ്താൽ വരുന്ന ഓപ്ഷൻ എ ഇസ് ദി ആൻസർ. 20 റൂട്ട് 2, 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, അത് ശരിക്കും നമുക്ക് സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. നമുക്ക് ഓപ്ഷനെ വെച്ച് പറയാനേ ഉള്ളൂ. കാരണം ബോളിന്റെ പുറത്ത് ആകെയുള്ള ആക്സലേഷൻ ഗ്രാവിറ്റി അല്ലേ ഉള്ളൂ. ഗ്രാവിറ്റിന്റെ വാല്യൂ 10 തന്നിട്ടുണ്ട്. അങ്ങനത്തെ ആകെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ അതിനകത്ത്. ഓക്കെ, ഓപ്ഷൻ ബിയിൽ 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് കിടക്കുന്നത്. അത് വരത്തില്ല, അത് കാറിന്റെ ആക്സലറേഷൻ ആണ്. പിന്നെ 0 അതും വരത്തില്ല. അപ്പൊ ആകെ വെലോസിറ്റി എന്ന് പറയുമ്പോൾ, ആകെ ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ ജിന്റെ വാല്യൂ 10 വരുന്ന ആകെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ എ. സോ ഓപ്ഷൻ എ ഇസ് ദി ആൻസർ. 20 റൂട്ട് 2 ആൻഡ് 10 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, സോ ഓപ്ഷൻ നോക്കി പറയാനേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ആക്സലറേഷൻ ആകെ 10 വരുന്ന ഒറ്റ ഓപ്ഷൻ ഉള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ NEET 2019. An object is shot from the bottom of a long, smooth, inclined plane kept at an angle of 60 degree with the horizontal, and it travels a distance x1 along the plane. But when the inclination decreases to 30 degree, then the same object is shot with the same velocity and it travels a distance x2. Then x1 x2 ന്റെ റേഷ്യോ ആണ് അല്ലേ? സോ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഒരു ഓബ്ജക്റ്റിന്റെ സ്മൂത്ത് ഇൻക്ലൈൻഡ് പ്ലെയിൻ ഷോർട്ട് ചെയ്യാണ് അല്ലെ? അതിനെ സ്ട്രൈക്ക് ചെയ്യാണ്. ഓക്കെ, സോ ഇതാണ് ആ ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് ഇരിക്കട്ടെ. ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിന്റെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ 60 ഡിഗ്രി തന്നിട്ടുണ്ട്. അതിന്റെ ലോവർ പാർട്ടിൽ ഒരു ഒബ്ജക്റ്റ്, ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇരിപ്പുണ്ട്. ഈ ഒബ്ജക്റ്റിന് സ്ട്രൈക്ക് ചെയ്യാണ്, ഒബ്ജക്റ്റിന് അങ്ങോട്ടേക്ക് സ്ട്രൈക്ക് ചെയ്യാണ് വിത്ത് വെലോസിറ്റി v. അപ്പൊ അങ്ങോട്ടേക്ക് സ്ട്രൈക്ക് ചെയ്തപ്പോഴത്തേക്കും അത് ചെന്ന് എക്സ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, x1 ഡിസ്റ്റൻസ്. അപ്പൊ ആദ്യത്തെ കേസിൽ തീറ്റ 60 ഡിഗ്രി ആയിരുന്നപ്പം അതിന് ഇവിടുന്ന് v വെലോസിറ്റി സ്ട്രൈക്ക് ചെയ്യാണ്. അപ്പൊ അത് x1 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. അടുത്ത കേസിൽ എന്താ പറയുന്നത്? വെൻ ഇൻക്ലിനേഷൻ ഡിക്രീസ് ടു 30 ഡിഗ്രി, ഇൻക്ലിനേഷൻ 30 ഡിഗ്രി ആണെങ്കിൽ ആ അതേ ഒബ്ജക്റ്റിനെ അതേ വെലോസിറ്റി സ്ട്രൈക്ക് ചെയ്യുമ്പോൾ, അതേ വെലോസിറ്റി അതേ ആക്സലറേഷൻ, അതേ വെലോസിറ്റി അതേ ഒബ്ജക്റ്റ്, അത് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് x2 ആണ് തന്നിട്ടുണ്ട്, x2. അപ്പൊ നമുക്ക് ഈ x1 x2 ന്റെ റേഷ്യോ ആണ് പറയുന്നത്, മനസ്സിലായാലോ? സോ ഒരു എൻക്ലൈൻഡ് പ്ലെയിൻ, അതിന്റെ ഏറ്റവും താഴത്തെ പോയിന്റ് ഒരു ഒബ്ജക്ട് ഇരിപ്പുണ്ട്, അതിന് v വെലോസിറ്റിയിൽ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അത് x1 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. ഈ ആംഗിൾ 60 ഡിഗ്രി 30 ഡിഗ്രിയിലേക്ക് കുറച്ചപ്പം, അതിന്റെ ആംഗിൾ കുറഞ്ഞപ്പോഴത്തേക്കും ഇത് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഡിസ്റ്റൻസ് x2 ആണെങ്കിൽ x1 x2 ന്റെ റേഷ്യോ ഉണ്ട്. അപ്പൊ x1 x2 എങ്ങനെ കണ്ടുപിടിക്കും? ഇക്വേഷൻ v സ്ക്വയർ ഇസ് ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as ഇക്വേഷൻ അപ്ലൈ ചെയ്യാലോ അല്ലെ? അതിന് ഫൈനൽ വെലോസിറ്റി എത്രയാ? ഈ രണ്ട് കേസിലും ഫൈനൽ വെലോസിറ്റി 0 ആണ്.
സംശയമില്ലല്ലോ, കാരണം ഇവിടുന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അത് മുകളിൽ ചെന്ന് ഒരു പോയിന്റ് എത്തുമ്പോൾ അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഫൈനൽ വെലോസിറ്റി, ഈ കേസിൽ ഫൈനൽ വെലോസിറ്റി 0 ആണ്, ഈ കേസിൽ ഫൈനൽ വെലോസിറ്റി, രണ്ട് കേസിൽ ഫൈനൽ വെലോസിറ്റി 0 ആണ്. കാരണം ഇവിടെ നിന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഇതിന് വേണ്ടി യു ആയിട്ട് എടുക്കാം കേട്ടോ, മാറിപ്പോതിരിക്കാൻ. ഇനീഷ്യൽ വെലോസിറ്റി രണ്ട് കേസിലും യു ആണ്. അത് അങ്ങോട്ടേക്ക് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അത് മാക്സിമം ഹൈയസ്റ്റ് പോയിന്റിലെത്തി അതിന്റെ ഫൈനൽ വെലോസിറ്റി 0 ആയി പോവാണ്. അപ്പൊ രണ്ട് കേസിലും വെലോസിറ്റി 0. സോ v സ്ക്വയർ ഇസിക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതിയല്ലോ. അതിന് v യുടെ വാല്യൂ 0 ആണ്. അപ്പൊ 0 ഇസ് ഈക്വൽ ടു u സ്ക്വയറിന്റെ വാല്യൂ നമുക്ക് u സ്ക്വയർ ആയിട്ട് തന്നെ എടുക്കാം. u സ്ക്വയർ പ്ലസ് 2 ഇൻടു ആക്സലറേഷൻ എത്രയായി? ഈ കേസിൽ ആക്സലറേഷൻ, ഈ കേസിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ, ആ ഗ്രാവിറ്റിന്റെ ആക്സലറേഷൻ ആണ്. ഓക്കെ, ബാക്കി വേറെ അതിന് പുറത്ത് വേറെ ആക്സലറേഷൻ ഒന്നും ഇല്ല. അപ്പൊ ഗ്രാവിറ്റിന്റെ ആക്സലറേഷൻ നേരെ താഴേക്കായിരിക്കുമല്ലോ ഇതിന്റെ g അല്ലെ. ഇനി ഈ ജിയെ നമുക്ക് രണ്ട് കോമ്പണന്റ് ആയിട്ട് തിരിക്കാം. ഒന്ന് ഈ കോമ്പണന്റും ഒന്ന് ഈ ഒരു കോമ്പണന്റും പിന്നെ ഒന്ന് ഈ ഒരു കോമ്പണന്റ്. പറഞ്ഞ കത്തിയോ? താഴെയുള്ള ജി, ഇതല്ലേ ജി, നേരെ താഴേക്ക് അതിന് രണ്ട് കോമ്പണന്റ് ആയിട്ടൊക്കെ റിസോൾവ് ചെയ്താൽ മതി. ഇങ്ങനെ അത് നോക്കിയാൽ ഈ ആംഗിൾ ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും? 30 ഡിഗ്രി ആയിരിക്കുമല്ലോ അല്ലെ. അപ്പൊ ഇത് 30 ആണെങ്കിൽ നമുക്ക് ഇതിന് ജി കോസ് 30 എന്ന് എഴുതാം അല്ലെ. അതേപോലെ ഇതാണെങ്കിൽ ജി സൈൻ 30 എന്ന് വരും. ജി സൈൻ 30 കത്തുന്നുണ്ടല്ലോ. ഇത് ജി, ഈ ആംഗിൾ 30 ഡിഗ്രി ആണ്. അപ്പൊ ഇത് ജി കോസ് 30 ആയിരിക്കും, ഇത് ജി സൈൻ 30 ഡിഗ്രി ആയിരിക്കും. അതില് നമ്മുടെ ഈ വെലോസിറ്റി, ഈ യു വെലോസിറ്റിനെ തടയുന്ന ആക്സിലറേഷൻ ജി കോസ് 30 അല്ലേ. ജി സൈൻ 30ക്ക് ഈ മോഷനുമായിട്ട് യാതൊരു റിലേഷനും ഇല്ല, കാരണം അത് പെർപെൻഡിക്കുലർ കോമ്പണന്റ് ആണ്. പറയുന്നത് അത് ഇങ്ങനെയാണ്. ഇതാണ് ഇൻക്ലൈൻഡ് പ്ലെയിൻ എങ്കിൽ ഇത് നമ്മുടെ ഒബ്ജക്ട്, അതിന്റെ വെലോസിറ്റി യു അങ്ങോട്ടേക്ക്. അപ്പൊ ഇതിന് പുറത്ത് രണ്ട് ആക്സിലറേഷൻ ഉണ്ട്. ഒരു ആക്സിലറേഷൻ ഇങ്ങോട്ടേക്ക്, അതാണ് ജി കോസ് 30 ഡിഗ്രി. പിന്നെ ഇങ്ങോട്ടേക്ക് ഒരു ആക്സിലറേഷൻ ഉണ്ട്, ജി സൈൻ 30 ഡിഗ്രി. അതിൽ ഈ വെലോസിറ്റിനെ എഫക്ട് ചെയ്യുന്ന ആക്സിലറേഷൻ ഏതാ? ജി കോസ് 30 ഡിഗ്രി അല്ലേ. ഈ ആക്സിലറേഷനും വെലോസിറ്റി തമ്മിൽ ഒരു റിലേഷനും ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ഈ ആക്സിലറേഷൻ വേണ്ട, നമുക്ക് ജിന്റെ മുഴുവൻ കോമ്പണന്റ് വേണ്ട, രണ്ട് കോമ്പണന്റ് വേണ്ട, അത് ഈ കോമ്പണന്റ് മാത്രം മതി. അതില് ഈ ആക്സലറേഷൻ പറയുന്നത് ആക്ച്വലി വെലോസിറ്റിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ. വെലോസിറ്റി മുകളിലേക്കാണ്, അതേസമയത്ത് ഈ ആക്സലറേഷൻ താഴേക്കാണ്. അതുകൊണ്ടാണ് ഈ വെലോസിറ്റി മുകളിലേക്ക് പോകുന്നതനുസരിച്ച് കുറഞ്ഞു പോകുന്നത്. ഓക്കെ, കാരണം ആക്സലറേഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പൊ ഇത് ആക്ച്വലി റിട്ടാർഡേഷൻ ആണ്. അപ്പൊ ഈ ജി കോസ് ആക്ച്വലി റിട്ടാർഡേഷൻ, ആക്സലറേഷൻ അല്ല. അപ്പൊ റിട്ടാർഡേഷൻ ആയതുകൊണ്ടാണ് ആ ബോഡി മുകളിലേക്ക് പോകുന്നതനുസരിച്ച് വെലോസിറ്റി കുറഞ്ഞു കുറഞ്ഞ അവസാനം ഹയസ്റ്റ് പോയിന്റിൽ 0 ആയി പോകുന്നത്. പറയുന്നത് മനസ്സിലായോ? അപ്പൊ എന്റെ വാല്യൂ നമ്മൾ എടുക്കുമ്പോൾ എന്റെ വാല്യൂ എത്രയാണ്? എ ഇസ് ഈക്വൽ ടു ജി കോസ് 30 ഡിഗ്രി ആണ്. ഇൻടു എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത്? ആദ്യത്തെ കേസിൽ x1 ഡിസ്റ്റൻസ് അല്ലേ. അപ്പൊ സോൾവ് ചെയ്തെടുത്തിട്ട് x1 കണ്ടുപിടിച്ച്, അപ്പൊ യു ഈക്വൽ ടു അതിലെ ഡി ആക്സലറേഷൻ ആയതുകൊണ്ട് ഇവിടെ മൈനസ് സൈഡിൽ കൂടി വരും. കാരണം നമ്മൾ ഈ വെലോസിറ്റി അങ്ങോട്ടേക്കാണ്, ആക്സലറേഷൻ ഇങ്ങോട്ടേക്കാണ്. അപ്പൊ ഇത് റിട്ടാർഡേഷൻ അല്ലേ. അപ്പൊ റിട്ടാർഡേഷൻ ആയതുകൊണ്ട് നെഗറ്റീവ് എടുക്കാമല്ലോ, കാരണം നമ്മൾ വെലോസിറ്റി പോസിറ്റീവ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പൊ ഇവിടെ യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2g cos 30. cos 30 എത്രയാ? cos 30 √3/2 അല്ലേ. അപ്പൊ √3/2 ഇൻടു x1 കിട്ടും. ഇവിടുന്ന് x1 ഇസ് ഈക്വൽ ടു 2 ക്യാൻസൽ, ദാറ്റ് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ ഡിവൈഡ് ബൈ √3g കിട്ടും. ദിസ് ഇസ് ദ x1. ഇനി സെക്കൻഡ് കേസിൽ ഇതേപോലെ ചെയ്യാലോ. സെക്കൻഡ് കേസിൽ നമുക്ക് ഇതേ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ v സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇവിടെ വിയുടെ ഫൈനൽ വെലോസിറ്റി 0 ആണ്. അപ്പൊ 0 ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി സെയിം ആണ് തന്നിട്ടുണ്ട്. അപ്പൊ യു സ്ക്വയർ പ്ലസ് 2 ഇൻടു ഇവിടെ എത്ര വരും വാല്യൂ? നേരത്തെ പോലെ തന്നെ ജി നേരെ താഴേക്ക് രണ്ട് കോമ്പണന്റ് ആയിട്ട് എടുക്കുക. ഒരു പെർപെൻഡിക്കുലർ കോമ്പണന്റും പിന്നെ അലോങ് ദി സർഫേസ് ഒരു കോമ്പണന്റ്. അതിൽ ഈ ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കുമല്ലോ അല്ലെ. അപ്പൊ ഈ കോമ്പണന്റ്, ദിസ് കോമ്പണന്റ് ഇത് ജി സൈൻ 60 ഡിഗ്രി, ഇത് ജി കോസ് 60 ഡിഗ്രി. അതിൽ നമുക്ക് ഏത് കോമ്പണന്റ് വേണം? ഏത് കോമ്പണന്റ് വേണ്ടല്ലോ, അത് ഈ വെലോസിറ്റിനെ എഫക്ട് ചെയ്യുന്നില്ല. ആകെ വെലോസിറ്റി എഫക്ട് ചെയ്യുന്ന കോമ്പണന്റ് ഇതാണ്. അപ്പൊ ഇത് മാത്രം നമ്മൾ ആക്സിലറേഷൻ ആയിട്ട് എടുത്താൽ മതി. അപ്പൊ ഈ കേസിൽ ആക്സിലറേഷന്റെ വാല്യൂ എത്ര ആയിരിക്കും? ജി കോസ് 60 ഡിഗ്രി ആയിരിക്കും അല്ലെ. പിന്നെ വെലോസിറ്റിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട്, റിട്ടാർഡേഷൻ ആയതുകൊണ്ട് നമുക്ക് അതിന് നെഗറ്റീവ് ആയിട്ട് എഴുതാം. അപ്പൊ നെഗറ്റീവ് എന്ന് വരും. മൈനസ് ജി കോസ് 30 ആണ്. ഇൻടു ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് x2 ആണ് അല്ലെ. ഇപ്പൊ സോൾവ് ചെയ്ത് വന്നേ. അപ്പൊ യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2g ഇൻടു കോസ് 30 1/2 ആണ്. അപ്പൊ 1/2 ഇൻടു x2 എന്ന് കിട്ടും.
2 ക്യാൻസൽ. അപ്പൊ x2 ഇസ് ഈക്വൽ ടു u സ്ക്വയർ ബൈ g എന്ന് കിട്ടും. നമുക്ക് x1 x2 റേഷ്യോ അല്ലേ വേണ്ടേ? അപ്പൊ x1 is to x2 is equal എന്ത് കിട്ടും? u സ്ക്വയർ ഡിവൈഡഡ് ബൈ √3g is to u സ്ക്വയർ ഡിവൈഡഡ് ബൈ g അല്ലെ? u സ്ക്വയർ g ക്യാൻസൽ. പിന്നെ എന്താ കിട്ടുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ √3 is to 1 അല്ലെ? ത്രൂ ഔട്ട് √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ. അപ്പൊ x1 is to x2 is equal to ത്രൂ ഔട്ട് √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുത്തെ √3 ക്യാൻസൽ ആയിപ്പോ ഇവിടെ ഒരു √3 വരും. അപ്പൊ 1 is to √3 എന്ന് വരും. ഓക്കെ, സോ x1 x2 ന്റെ റേഷ്യോ എന്താ? ഇറ്റ് ഈസ് 1 is to √3. ഓപ്ഷൻ ഡി ഇസ് ദി ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി ഇസ് ദി ആൻസർ. അപ്പൊ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, ആക്സലേഷൻ എടുക്കുമ്പോൾ ആക്സലേഷൻ a is equal to g അല്ല. ജിനെ രണ്ട് കോമ്പണന്റ് ആയിട്ട് റിസോൾവ് ചെയ്തിട്ട് പെർപെൻഡിക്കുലർ കോമ്പണന്റിന്റെ ആവശ്യമില്ല. കാരണം അത് വെലോസിറ്റിനെ എഫക്ട് ചെയ്യുന്നില്ല. വെലോസിറ്റിനെ ആകെ എഫക്ട് ചെയ്യുന്ന കോമ്പണന്റ് പാരലൽ കോമ്പണന്റ് ആണ്, അല്ലെ സർഫേസിന് പാരലൽ ആയിട്ട് വരുന്ന കോമ്പണന്റ് ആണ്. അതിൽ ഈ കേസിൽ cos 30യും g cos 30യും ഈ കേസിൽ g cos 60 എന്ന് വരും. ക്ലിയർ അല്ലേ? സോ ഈ വാല്യൂസ് വേണം നമ്മൾ ആക്സലേഷൻ ആയിട്ട് പുട്ട് ചെയ്യാൻ. അല്ലാതെ a ന്റെ വാല്യൂ g ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആൻസർ തെറ്റിപ്പോകും. ഓക്കെ, സോ ഓപ്ഷൻ ഡി 1 is to √3 കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. NEET 2012. Okay, a particle has initial velocity ui plus 3 j cap, ui cap plus 3 j cap, and acceleration 0.3 I cap plus 0.2 j cap. Then the magnitude of velocity after 10 seconds will be. Okay, so I cap and j cap തന്നിട്ടുണ്ട്. അപ്പൊ അതിനെ സെപ്പറേറ്റ് സോൾവ് ചെയ്താൽ മതിയല്ലോ. That is velocity a is equal to എത്രയാ? Velocity v is equal to എത്രയാ? v is equal to initial velocity, that is u is equal to 3 I cap plus 4 j cap അല്ലെ? ഇതാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഈ കോമ്പണന്റ് നമുക്ക് ux ആയിട്ട് എടുക്കാമല്ലോ, ഈ കോമ്പണന്റ് നമുക്ക് uy ആയിട്ട് എടുക്കാം. അപ്പൊ ux ന്റെ വാല്യൂ 3 എന്ന് കിട്ടി, uy ന്റെ വാല്യൂ 4 എന്ന് കിട്ടി. x ആക്സിസും y ആക്സിസും എപ്പോഴും സെപ്പറേറ്റ് എടുത്തിട്ട് സോൾവ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഇനി അതേപോലെ ആക്സലേഷൻ a is equal to എത്രയാ? a is equal to 0.4 I cap plus 0.3 j cap അല്ലെ? അപ്പൊ അതിന്റെ ഐ ക്യാപ്പിന്റെ കൂടെയുള്ള ഈ കോമ്പണന്റ് ax ആണല്ലോ, ഇതെന്തായിരിക്കും? ഇത് ay ആയിരിക്കും. അപ്പൊ ax ന്റെ വാല്യൂ 0.4, ay ന്റെ വാല്യൂ 0.3. ഇനി നമുക്ക് വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി അല്ലേ വേണ്ടേ? അപ്പൊ ആദ്യം vx കണ്ടുപിടിക്കാം. vx is equal to ux plus ax into t, that is equal to ux എത്രയാ? ux 3 ആണ്. അപ്പൊ 3 plus ax 0.4 into time t is equal to 10 seconds തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ that is equal to 3 plus 4 കിട്ടില്ലേ? that is equal to 7 എന്ന് കിട്ടും. അപ്പൊ vx is equal to 7 കിട്ടി. ഇനി vy is equal to uy plus ay into t, that is equal to uy എത്രയാ? 4 plus ay 0.3 into time t 10 seconds, that is equal to 4 plus 3 കിട്ടും, that is equal to 7. അപ്പൊ vy ന്റെ വാല്യൂ 7 തന്നെ കിട്ടിയല്ലോ. vy ന്റെ വാല്യൂ 7, vx ന്റെ വാല്യൂ 7. അപ്പൊ ഫൈനൽ വെലോസിറ്റി, ടോട്ടൽ വെലോസിറ്റി v കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ v is equal to root of vx square plus vy square, that is equal to root of 7 square plus 7 square, that is equal to 7 root 2 meter per second കിട്ടും. സോ ഫൈനൽ വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് അല്ല, സോറി യൂണിറ്റ്സിലല്ലേ കിട്ടുന്നത്. അപ്പൊ യൂണിറ്റ്സ് കിട്ടും. സോ option B is the answer, that is 7 root 2 units. Okay, option B. Okay, so next question, same question തന്നെയാണ്, തന്നെ ചെയ്യാലോ. തന്നെ ഒന്ന് ചെയ്ത് നോക്കിയേ. ക്വസ്റ്റ്യൻ വായിച്ചേ. a particle has initial velocity 2 I cap plus 3 j cap and acceleration 0.3 and 0.2, then the magnitude of velocity at 10 seconds. Okay, same തന്നെ നമ്മൾ ഇപ്പോ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാലോ. അതിലെ x കോമ്പണന്റ് y കോമ്പണന്റ് സെപ്പറേറ്റ് എടുത്താൽ മതി. ഓക്കെ, v is equal to 2 I cap plus 3 j cap. ഇനീഷ്യൽ വെലോസിറ്റി ആണ്, അപ്പൊ u ആയിട്ട് എടുക്കാം. ഇനീഷ്യൽ വെലോസിറ്റി u. പിന്നെ a ന്റെ വാല്യൂ എത്രയാ? that is a is equal to 0.3 I cap plus 0.2 j cap. Okay, 2 I cap plus 3 j cap അല്ലെ? അപ്പൊ ഇത് ux, ഇത് uy, ഇത് ax, ഇത് ay.
അല്ലെ? അപ്പൊ വി എക്സ് ഇസ് ഈക്വൽ ടു യു എക്സ് പ്ലസ് എ എക്സ് ഇൻടു ടി ദാറ്റ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് എ എക്സ് 0.3 0.3 ഇൻടു ടൈം 10 സെക്കൻഡ്സ് തന്നിട്ടുണ്ട്. അപ്പൊ ദാറ്റ് ഈസ് 2 പ്ലസ് 3 ദാറ്റ് ഈസ് 5 എന്ന് കിട്ടും. അപ്പൊ വി എക്സിന്റെ വാല്യൂ 5. അതേപോലെ വി ഐ ഇസ് ഈക്വൽ ടു യു ഐ പ്ലസ് എ വൈ ഇൻടു ടി ദാറ്റ് ഈസ് യു ഐ എത്രയാ 3 പ്ലസ് എ വൈ 0.2. അപ്പൊ 0.2 ഇൻടു 10 അതും 5 തന്നെ കിട്ടും. അപ്പൊ വി വൈ ഇസ് ഈക്വൽ ടു 5 യു എക്സ് ഇസ് ഈക്വൽ ടു 5 വി വൈ ഇസ് ഈക്വൽ ടു 5. അപ്പൊ ടോട്ടൽ വെലോസിറ്റി വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 5 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ദാറ്റ് ഈസ് 5 റൂട്ട് 2 എന്ന് കിട്ടും. അപ്പൊ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ഇപ്പൊ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ ഫൈനൽ വെലോസിറ്റി എത്ര കിട്ടും? വി ഇസ് ഈക്വൽ ടു 5 root 2 units കിട്ടും. ഓപ്ഷൻ ബി is the answer. Okay, option B. Okay, so next question. The speed of a swimmer in still water is 20 meter per second. The speed of river water is 10 meter per second and it is flowing due west. If he is standing on the south bank and wishes to cross the river along the shortest path, then the angle at which he should make his stroke with respect to north is given by. Okay, so ഇത് ആക്ച്വലി റിവർ ബോട്ട് കേസ് ആണ്. റിവർ ബോട്ട് കേസ്. ഓക്കെ, റിവർ ബോട്ട് കേസ് അത് പഠിച്ചിട്ടുണ്ടാവില്ല. 2 ഡയമെൻഷൻ റിലേറ്റീവ് മോഷൻ എന്ന ടോപ്പിക് വരുന്ന ഒരു കേസാണ് റിവർ ബോട്ട്. ഓക്കെ, സോ എന്ന് പറയുന്നത് റിവറിന്റെയും ബോട്ടിന്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഒന്ന് സ്പീഡ് ഓഫ് സ്വിമ്മർ ഇൻ സ്റ്റിൽ വാട്ടർ അല്ലെ? ബോട്ടെന്നോ സ്വിമ്മറെന്നോ എല്ലാം സെയിം ആണ്. ഓക്കെ, സോ സ്വിമ്മറിന്റെ വെലോസിറ്റി ആക്ച്വലി അത് വി ബി ആർ ആണ് കേട്ടോ. അത് വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു റിവറിന്റെ വാല്യൂ ആണ് 20 മീറ്റർ പെർ സെക്കൻഡ്. അല്ലാതെ സ്വിമ്മറിന്റെ വെലോസിറ്റി അല്ല, അത് മാറിപ്പോരുത്. ഓക്കെ, സ്റ്റിൽ വാട്ടറിലെ സ്വിമ്മറിന്റെ വെലോസിറ്റി ആക്ച്വലി എന്താ ഉദ്ദേശിക്കുന്നത്? വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു റിവർ ആണ്. അല്ലാതെ വെലോസിറ്റി ഓഫ് സ്വിമ്മർ അല്ല 20 മീറ്റർ പെർ സെക്കൻഡ്. ഇത് തെറ്റിപ്പോകരുത്. ആ 20 മീറ്റർ പെർ സെക്കൻഡ് സ്റ്റിൽ വാട്ടറിലാണ് പറഞ്ഞത്. അപ്പൊ സ്റ്റിൽ വാട്ടർ എന്ന് പറയുമ്പോൾ റിലേറ്റീവ് വെലോസിറ്റി ആണ്. ഇറ്റ് ഇസ് നോട്ട് ദ ആക്ച്വൽ വെലോസിറ്റി. ഓക്കെ, സോ ഇവിടെ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു റിവറിന്റെ വാല്യൂ എത്ര കിട്ടി? 20 മീറ്റർ പെർ സെക്കൻഡ്. പിന്നെ റിവറിന്റെ വെലോസിറ്റി എത്രയാ? വി ആർ ഇസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട് അല്ലെ? നോർത്ത് സൗത്ത് എന്ന് പറയുന്നത്. നോർത്ത് സൗത്ത് ഒക്കെ അറിയാലോ. ഇതാണ് നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്. ഓക്കെ, സോ റിവർ എങ്ങോട്ടേക്കാ? റിവർ ടുവേർഡ്സ് ഈസ്റ്റ് ഡയറക്ഷൻ. അപ്പൊ ഈസ്റ്റ് ഇങ്ങോട്ടേക്കാണ് റിവറിന്റെ ഫ്ലോ. ഇതാണ് റിവറിന്റെ ഫ്ലോ ഇങ്ങോട്ടേക്ക് വിത്ത് സ്പീഡ് ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ് അല്ലെ? പിന്നെ സ്വിമ്മർ സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് പോകാനായിട്ട് സ്വിം ചെയ്യാണ് അല്ലെ? അപ്പൊ അത് സ്വിം ചെയ്യുന്ന ആംഗിൾ ആണ് ചോദിച്ചേക്കുന്നത്. ഇതാണ് ആംഗിൾ വിത്ത് റെസ്പെക്ട് ടു നോർത്ത്. അപ്പൊ സ്വിമ്മർ ഇങ്ങനെയാണ് സ്വിം ചെയ്ത് പോകുന്നതെങ്കിൽ ഈ ആംഗിൾ തീറ്റയാണ് നമുക്ക് വേണ്ടത്. കാരണം ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുമ്പോൾ അറിയാലോ, നമുക്ക് ഈ ബാങ്കിൽ നിന്ന് അടുത്ത ബാങ്കിലെ ഷോർട്ടസ്റ്റ് പാത്തിലേക്കാണ് നമുക്ക് സ്വിം ചെയ്യണമെങ്കിൽ നമുക്ക് നേരെ പോയാൽ പറ്റത്തില്ല. നേരെ പോയാൽ നമ്മൾ എത്തുന്നത് ഇവിടെ ആയിരിക്കും. കാരണം റിവർ അങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്തോണ്ടിരിക്കല്ലേ. അപ്പൊ റിവർ ഫ്ലോ ചെയ്യുമ്പോൾ നമ്മൾ നേരെ നമ്മൾ സ്വിം ചെയ്താൽ നമ്മൾ ഇവിടെ എത്തത്തില്ല. പകരം ഇവിടെ വല്ല ആയിരിക്കും എത്തുന്നത്. നേരെ സ്വിം ചെയ്താൽ നമ്മൾ എത്തുന്നത് ഈ പോയിന്റ് വല്ല ആയിരിക്കും, ഇവിടെ ആയിരിക്കും. കാരണം റിവറിന്റെ ഫ്ലോ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് അങ്ങ് പോകും. അപ്പൊ ഇവിടെ എത്താൻ കറക്റ്റ് എക്സാക്ട് നമ്മുടെ ഓപ്പോസിറ്റ് പോയിന്റിൽ എത്താനായിട്ട് നമ്മൾ സ്വിം ചെയ്യേണ്ട ഇങ്ങോട്ടേക്കല്ലേ ഇതിന്റെ ആംഗിൾ തീറ്റ. ആ തീറ്റയുടെ ആംഗിൾ വാല്യൂ നമുക്ക് വേണ്ടത്. അപ്പൊ ഇതാണ് നോർത്ത് സൗത്ത്. ഓക്കെ, സോ ഇതൊക്കെ കണ്ടുപിടിക്കും. വി ബി ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. വി ബി ആർ, ഈ വി ബി ആറിന്റെ വാല്യൂ ആണ് 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോ ഈ ഒരു കേസ് ഇത് ആക്ച്വലി റിവർ ബോട്ട് കേസാണ് കേട്ടോ. ഷോർട്ടസ്റ്റ് പാത്ത്, നമുക്ക് ഷോർട്ടസ്റ്റ് പാത്തിന് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് നമുക്ക് എത്തണം. അപ്പൊ ഷോർട്ടസ്റ്റ് പാത്തിന്റെ കണ്ടീഷൻ എന്തുവാ? ഷോർട്ടസ്റ്റ് പാത്തിന്റെ കണ്ടീഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഫോർ ഷോർട്ടസ്റ്റ് പാത്ത് ദ ഡ്രിഫ്റ്റ് ഷുഡ് ബി 0. ഡ്രിഫ്റ്റ് 0 ആയിരിക്കണം. ഓക്കെ, ഷോർട്ടസ്റ്റ് പാത്ത് ഇത് ആക്ച്വലി റിവർ ബോട്ടിന്റെ കേസാണ്. ഇവിടെ 2 കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന് ഷോർട്ടസ്റ്റ് പാത്തും പിന്നെ ഷോർട്ടസ്റ്റ് ടൈമും. എന്ന് പറഞ്ഞാൽ ഒന്ന് ഷോർട്ടസ്റ്റ് പാത്തിൽ ഒരു പോയിന്റിലേക്ക് എത്തുക, അതായത് ഷോർട്ടസ്റ്റ് ടൈം കൊണ്ട് അക്കരെ എത്തുക. അങ്ങനെ 2 കണ്ടീഷൻസ്, 2 കേസ് ഉണ്ട്. അതിൽ ഇത് ആദ്യത്തെ കേസാണ്, ഷോർട്ടസ്റ്റ് പാത്തിന്റെ കേസാണ്. അപ്പൊ ഷോർട്ടസ്റ്റ് പാത്തിന്റെ കണ്ടീഷൻ എന്തുവാ? ഡ്രിഫ്റ്റ് 0 ആയിരിക്കണം. ഡ്രിഫ്റ്റിന്റെ വാല്യൂ പഠിച്ചിട്ടുണ്ടോ? അതിന്റെ ഇക്വേഷൻ ഡ്രിഫ്റ്റ് എക്സ് ഇസ് ഈക്വൽ ടു വി ബി ആർ സൈൻ തീറ്റ, വി ബി ആർ സൈൻ തീറ്റ മൈനസ് വി ആർ
into d divided by VBR cos theta. ഇതാണ് ഡ്രിഫ്റ്റിന്റെ equation. So ഡ്രിഫ്റ്റിന്റെ equation എന്താ? Drift x is equal to VBR sin theta minus VR divided by d divided by VBR cos theta is the equation of drift. അപ്പൊ ഷോർട്ടസ്റ്റ് പാത്തിൽ നമ്മൾ ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡ്രിഫ്റ്റിന്റെ വാല്യൂ 0 ആയിരിക്കണ്ടേ? അപ്പൊ ഇവിടെ 0യുടെ വാല്യൂ ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കായി തീറ്റ കിട്ടും. അപ്പൊ ഡ്രിഫ്റ്റ് 0 ആണെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ഈസ് VBR sin theta, VBR sin theta minus VR into d divided by VBR cos theta is equal to എന്തുവാ? 0 ആണ്. This is the condition of shortest path. സോൾവ് ചെയ്ത് വന്നേ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിയും VBR cos theta അങ്ങ് 0 ആയി പോലും. ഈ ഇത്രയും ടേമിൽ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതുപോലെ 0 ആവും. അപ്പൊ VBR sin theta minus VR is equal to 0 തന്നെ കിട്ടും. ഈ ടേമിൽ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 0 എന്നായി. ഓക്കെ, സോ VBR sin theta is equal to VR എന്ന് കിട്ടുമല്ലോ. ശരിയല്ലേ? VBR sin theta minus VR is equal to 0 ആണെങ്കിൽ ഇത് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പൊ VBR sin theta is equal to VR. അപ്പൊ sin theta is equal to കിട്ടും. sin theta is equal to VR divided by VBR. ഓക്കെ, VR VBR ന്റെ വാല്യൂ നമുക്ക് അറിയാലോ. VR എത്രയാ? 10 ഡിവൈഡ് ബൈ VBR എത്രയാ? 20. ദാറ്റ് ഈസ് 0 ക്യാൻസൽ. അപ്പൊ sin theta is equal to 1/2. sin theta 1/2 ആണെങ്കിൽ തീറ്റ എത്ര ആയിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. sin theta ന്റെ വാല്യൂ 1/2 ആണെങ്കിൽ തീറ്റ is equal to 30 ഡിഗ്രി. അപ്പൊ ഈ തീറ്റയുടെ വാല്യൂ എത്രയാണ്? ദിസ് ഇസ് 30 ഡിഗ്രി. അപ്പൊ ഈ സ്വിമ്മർ കറക്റ്റ് ഷോർട്ടസ്റ്റ് പാത്ത്, ദാറ്റ് ഈസ് ഈ പോയിന്റിന് കറക്റ്റ് അതിന്റെ ഓപ്പോസിറ്റ് പോയിന്റ് ഷോർട്ടസ്റ്റ് പാത്ത് ട്രാവൽ ചെയ്ത് ഇപ്പറ എത്തണമെങ്കിൽ he should swim at an angle of 30 degree towards west. കാരണം ഇങ്ങോട്ടേക്കല്ലേ? ഇങ്ങോട്ടേക്കാണ് 30 ഡിഗ്രി. നമുക്ക് 30 ഡിഗ്രി ഈ സൈഡിലും എടുക്കാം, ഇപ്പുറത്തെ സൈഡിലും എടുക്കാം. 30 ഡിഗ്രി ഈ സൈഡിലേക്കാണ്, വെസ്റ്റ് ആണ്. സോ he should swim at an angle of 30 degree towards west to reach the exact opposite point. അതിനകത്ത് നമുക്ക് ഈ ഒരു പോയിന്റ് മാത്രം അറിഞ്ഞാൽ മതി. ഷോർട്ടസ്റ്റ് പാത്തിന്റെ കണ്ടീഷൻ എന്തുവാ? ഡ്രിഫ്റ്റ് ഷുഡ് ബി 0. അപ്പൊ ഡ്രിഫ്റ്റിന്റെ ഇക്വേഷനിൽ 0 പുട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് തീറ്റയുടെ വാല്യൂ എത്ര കിട്ടി? 30 ഡിഗ്രി. അപ്പൊ സ്വിമ്മർ 30 ഡിഗ്രി ആംഗിളിൽ ചരിഞ്ഞ് സ്വിം ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റ് എക്സാക്ട് ഓപ്പോസിറ്റ് പോയിന്റ് അങ്ങ് എത്തും. 30 ഡിഗ്രി ടുവേർഡ്സ് വെസ്റ്റ് ആണ്. സോ ഓപ്ഷൻ ബി is the answer, 30 degree west. Okay. So next question. ഈ വർഷത്തെ നീറ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. NEET 2022. A ball is projected with a velocity 10 meter per second at an angle of 60 degree with the vertical direction. 60 degree with the vertical direction. Its speed at the highest point of its trajectory is. Okay. Highest point ile projectile equation എന്തുവാ? highest point ile velocity കണ്ടുപിടിക്കാനുള്ള equation എന്താ? B is equal to u cos theta അല്ലേ? അറിയായിരിക്കുമല്ലോ. ഒരു പ്രൊജക്ടൈൽ നമ്മൾ പ്രൊജക്ട് ചെയ്യുമ്പോൾ ഇത് ഒരു പ്രൊജക്ടൈൽ ആണെന്നിരിക്കട്ടെ, ഇത് നമ്മൾ പ്രൊജക്ട് ചെയ്യുവാണ് വിത്ത് വെലോസിറ്റി u, ഇനീഷ്യൽ വെലോസിറ്റി u, ആൻഡ് ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ അറ്റ് ഹൈയസ്റ്റ് പോയിന്റ് എന്റെ ഫൈനൽ വെലോസിറ്റി b is equal to u cos theta ആണ്. കാരണം വെർട്ടിക്കൽ കോമ്പണന്റ് 0 ആയി പോകും, ഹൊറിസോണ്ടൽ കോമ്പണന്റ് മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ പ്രൊജക്ടൈലിനെ പ്രൊജക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഹൈയസ്റ്റ് പോയിന്റ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? v is equal to u cos theta where theta is the angle with the horizontal. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഈ തീറ്റ ഏത് ഇത് ആ വെലോസിറ്റിയും ആ ബോളിന്റെ വെലോസിറ്റി ഹോറിസോണ്ടലുമായിട്ടുള്ള ആംഗിൾ ആണ് തീറ്റ. പക്ഷെ ഇവിടെ തന്നേക്കുന്നത് 60 ഡിഗ്രി തീറ്റ ആണോ? അല്ല, അത് വർട്ടിക്കലുമായിട്ടുള്ള ആംഗിൾ ആണ് തന്നേക്കുന്നത്. ഈ ആംഗിൾ ആണ് 60 ഡിഗ്രി തന്നേക്കുന്നത്. പറയുന്നത് മനസ്സിലായോ? ആ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇറ്റ് മേക്സ് ആൻ ആംഗിൾ 60 ഡിഗ്രി വിത്ത് വെർട്ടിക്കൽ ഡയറക്ഷൻ. അപ്പൊ ഈ ആംഗിൾ 60 ഡിഗ്രി. അപ്പൊ ചാടിക്കഴിഞ്ഞാൽ അത് 60 ഡിഗ്രി നിട്ട് കഴിഞ്ഞാൽ ആൻസർ തെറ്റിപ്പോകും. ആക്ച്വലി നമുക്ക് ഈ തീറ്റയാ വേണ്ട, ഹോറിസോണ്ടൽ ആംഗിളാ വേണ്ടത്. ഇത് 60 ആണെങ്കിൽ 30 ആയിരിക്കുമല്ലോ, കാരണം മൊത്തം 90 ഡിഗ്രി അല്ലേ, മൊത്തം 90 അല്ലേ. അപ്പൊ ഇത് വെർട്ടിക്കലുമായിട്ടുള്ള ആംഗിൾ 60 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? 30 ആയിരിക്കും. അപ്പൊ ഇവിടെ തീറ്റന്റെ വാല്യൂ 30 ഡിഗ്രി ആണ്. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കി ഇക്വേഷൻ സിമ്പിൾ ആണ്. ദാറ്റ് ഈസ് ഹൈയസ്റ്റ് പോയിന്റ് പ്രൊജക്ടൈലിന്റെ ഇക്വേഷൻ എന്താ? u cos theta. So velocity of a projectile at highest point v is equal to u cos theta, that is equal to u cos 30 degree എന്ന് കിട്ടും. That is equal to u ന്റെ വാല്യൂ എത്രയാ? u is equal to 10 meter per second. അപ്പൊ 10 meter per second into cos 30 √3/2 ആണ് അല്ലെ. ഇതൊരു 2 ക്യാൻസൽ, അപ്പൊ 5 മിച്ചം. ദാറ്റ് ഈസ് 5 √3 meter per second കിട്ടും. So velocity v at highest point is 5 √3 meter per second. Option
ബി ഇസ് ദ ആൻസർ. ഓക്കെ, നല്ലൊരു ക്വസ്റ്റൻ ആണ്. തീറ്റ തെറ്റരുത്. തീറ്റ ഇസ് ആക്ച്വലി 30 ഡിഗ്രി, 60 ഡിഗ്രി അല്ല. ഓക്കെ. Okay, so next question. NEET 2021. Okay. A particle is moving in a circle of radius r with a uniform speed taken at time t to complete one revolution. If this particle were projected with the same speed at an angle theta with the horizontal, then the maximum height attained by it is equal to 4r. Then the angle of projection theta is given by. Okay. ഒരു പാർട്ടിക്കിൾ സർക്കുലർ മോഷൻ, ഒരു പാർട്ടിക്കിൾ സർക്കിൾ ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ അതിന്റെ റേഡിയസും അതിന്റെ ടൈം പീരീഡ് തന്നിട്ടുണ്ട്. ഇതേ പാർട്ടിക്കിളിന് തീറ്റ ആംഗിളിൽ പ്രൊജക്ട് ചെയ്യുമ്പോൾ അതിന്റെ മാക്സിമം ഹൈറ്റ് 4r നോട് ഈക്വൽ ആണ് അല്ലെ. സോ നമുക്ക് ആ ആംഗിൾ തീറ്റ വേണ്ടേ. മാക്സിമം ഹൈറ്റ് 4r ഈക്വൽ ആണെങ്കിൽ നമുക്ക് ആ തീറ്റയുടെ വാല്യൂ വേണ്ടേ. അപ്പൊ മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ എന്താ? മാക്സിമം ഹൈറ്റ് h is equal to u square sin square theta divided by 2g. പഠിച്ചിട്ടുണ്ടാവില്ല പ്രൊജക്ടൈൽ മോഷന്റെ മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ u square sin square theta divided by 2g. ഇത് എന്തിനോട് ഈക്വൽ ആണ്? 4r ഈക്വൽ ആണ് അല്ലേ. 4r ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ഈ തീറ്റയുടെ വാല്യൂ വേണ്ടേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. ഇവിടെ u സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. u എവിടെ നിന്ന് കിട്ടും? ആ പാർട്ടിക്കൽ സർക്കുലർ മോഷൻ, ആ പാർട്ടിക്കൽ സർക്കിൾ ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ അതിന്റെ ടൈം പീരീഡ് t is equal to 2 pi r divided by u ആയിട്ട് എഴുതാലോ. അല്ലെങ്കിൽ നമുക്ക് u is equal to 2 pi r divided by t ആയിട്ട് എഴുതാലോ. That is velocity is equal to distance, speed is equal to distance divided by time. അപ്പൊ 2 pi r divided by time period അല്ലെ. അപ്പൊ ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. That is 2 pi r divided by t in the whole square അല്ലെ into sin square theta divided by 2g is equal to 4r. സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് that is 4 pi square r square divided by t square into sin square theta divided by 2g is equal to 4r. അതിലൊരു r ക്യാൻസൽ ആയിപ്പോയി, ഒരു 4 ക്യാൻസൽ ആയിപ്പോയി. നമുക്ക് ഈ സൈൻ തീറ്റ അല്ലേ വേണ്ടേ. അപ്പൊ സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു ബാക്കി ടേംസിനെല്ലാം അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ 2g t സ്ക്വയർ ഡിവൈഡഡ് ബൈ ഒരു പൈ സ്ക്വയർ ഒരു r വരും അല്ലെ. അപ്പൊ സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 2g t സ്ക്വയർ ഡിവൈഡഡ് ബൈ പൈ സ്ക്വയർ r അല്ലെ. അപ്പൊ ഇവിടുത്തെ സൈൻ തീറ്റ എന്ത് കിട്ടും? സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2g t സ്ക്വയർ ഡിവൈഡഡ് ബൈ പൈ സ്ക്വയർ r അല്ലെ. അപ്പൊ തീറ്റ എന്താ? തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് 2g t square divided by pi square r. This is the value. So theta ന്റെ വാല്യൂ കിട്ടി. That is sin inverse root എന്ന് പറയുമ്പോൾ raised to 1/2 അല്ലേ. 2g t square divided by pi square r the whole raised to 1/2 ആയിട്ട് എഴുതാലോ. So option A വരത്തില്ല. Option A is the answer. Then theta is equal to sin inverse 2g t square divided by pi square r the whole raised to 1/2. Root എന്ന് പറയുമ്പോൾ raised to 1/2 ആണ്. So option A is the answer. Okay, option A. Okay, so next question. A projectile is fired from the surface of the earth with a velocity of 5 meters per second and angle theta with the horizontal. Another projectile fired from another planet with a velocity of 3 meters per second at the same angle follows trajectory which is equal to the trajectory of projectile fired from the earth. Then the value of acceleration due to gravity of the planet is. Okay. Question എന്താ പറയുന്നത്? എർത്തിന്റെ സർഫേസിൽ നിന്ന് ഒരു പാർട്ടിക്കിൾ പ്രൊജക്ട് ചെയ്തു, അതിന്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്, അതിന്റെ തീറ്റ, അതിന്റെ ആംഗിൾ തീറ്റ തന്നിട്ടുണ്ട്. അപ്പൊ ഇതേ പ്രൊജക്ടൈൽ അല്ലെങ്കിൽ ഒരു അനദർ പ്രൊജക്ടൈൽ വേറൊരു പ്ലാനറ്റിൽ നിന്ന് പ്രൊജക്ട് ചെയ്യുമ്പോൾ അതിന്റെ വെലോസിറ്റി 3 മീറ്റർ പെർ സെക്കൻഡും ആംഗിൾ തീറ്റ സെയിം ആണെങ്കിൽ നമുക്ക് ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അനദർ പ്ലാനറ്റിലെ ഗ്രാവിറ്റിയുടെ വാല്യൂ വേണ്ട അല്ലെ. ട്രജക്ടറി സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ പാർട്ടിക്കിളുടെയും സെക്കൻഡ് പാർട്ടിക്കിളിന്റെ ട്രജക്ടറി സെയിം ആണ്. അപ്പൊ ട്രജക്ടറിയുടെ ഇക്വേഷൻ അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്താൽ മതിയല്ലോ. ട്രജക്ടറിയുടെ ഇക്വേഷൻ അറിയാവോ? ട്രജക്ടറി ഓഫ് പ്രൊജക്ടൈൽ, ഇക്വേഷൻ ഓഫ് ട്രജക്ടറി ഫോർ പ്രൊജക്ടൈൽ, അതിന്റെ ഇക്വേഷൻ എന്തുവാ? ദാറ്റ് ഈസ് y is equal to x tan theta minus gx square divided by 2u square cos square theta. ഇതിന്റെ ട്രജക്ടറിയുടെ ഇക്വേഷൻ. അപ്പൊ ഇത് ആദ്യത്തെ പ്ലാനറ്റിലും നമ്മുടെ എർത്തിലും പിന്നെ അന്നത്തെ പ്ലാനറ്റിലും ട്രജക്ടറി സെയിം ആണ്. ഈ ഇക്വേഷൻ സെയിം ആണെന്നാ പറഞ്ഞേക്കുന്നത്.
അപ്പൊ നമുക്ക് അനദർ പ്ലാനറ്റിൽ ജിയുടെ വാല്യൂ വേണം അല്ലെ. ഇപ്പൊ ഇക്വേറ്റ് ചെയ്താൽ മതിയല്ലോ. ഇപ്പൊ എർത്തില് അപ്പൊ ട്രജക്ടറി സെയിം ആണെങ്കിൽ നമുക്ക് പറയാം ട്രജക്ടറി ഈസ് ഐഡന്റിക്കൽ. അപ്പോ എക്സ് ഓൺ ദി എർത്ത് ഇസ് ഈക്വൽ ടു എക്സ് ഓൺ അനദർ പ്ലാനറ്റ് ആയിരിക്കുമല്ലോ. ട്രജക്ടറി സെയിം ആണെങ്കിൽ എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും, വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കും. എക്സ് വൈ കോർഡിനേറ്റ് ഒക്കെ സെയിം ആണ്. പിന്നെ തീറ്റ സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തീറ്റ സെയിം ആണ്. അപ്പൊ എക്സിന്റെ വാല്യൂ സെയിം ആണ്, വൈയുടെ വാല്യൂ സെയിം ആയിരിക്കും അല്ലെ. തീറ്റന്റെ വാല്യൂ സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഐഡന്റിക്കൽ തീറ്റയാണ്. അപ്പൊ ഇക്വേറ്റ് ചെയ്തേ. അപ്പൊ എക്സ് ടാൻ തീറ്റ മൈനസ് ജി ഓഫ് എർത്ത്, ഗ്രാവിറ്റി ഓഫ് എർത്ത് ഇൻടു എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻടു യു സ്ക്വയർ. യു സ്ക്വയർ എന്താ? യു ഓഫ് എർത്ത് 5 മീറ്റർ പെർ സെക്കൻഡും യു ഓഫ് പ്ലാനറ്റ് 3 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. അപ്പൊ 5 സ്ക്വയർ ഇൻടു കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു, ഈ കേസിലും എക്സ് സെയിം ആണല്ലോ, രണ്ട് കേസിലും എക്സ് സെയിം ആണ്, വൈ സെയിം ആണ്. അപ്പൊ എക്സ് പിന്നെ ടാൻ തീറ്റ സെയിം ആയിരിക്കും, തീറ്റ സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എക്സ് ടാൻ തീറ്റ തന്നെ വരും. എക്സ് ടാൻ തീറ്റ മൈനസ് ജിക്ക് പകരം ജി പി, ഗ്രാവിറ്റി ഓഫ് അനദർ പ്ലാനറ്റ്, ഓക്കെ, ഇൻടു എക്സ് സ്ക്വയർ സെയിം തന്നെ ഡിവൈഡ് ബൈ 2 ഇൻടു യു പി. ഇവിടെ യു പി വരുന്നില്ലേ? ഈ കേസിൽ യുടെ വാല്യൂ എത്രയാ? യു പി 3 മീറ്റർ ആണ്. അപ്പൊ 3 മീറ്റർ പെർ സെക്കൻഡ്, അപ്പൊ 3 സ്ക്വയർ ഇൻടു കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും. പറയുന്നത് മനസ്സിലായോ? ട്രജക്ടറി സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ട്രജക്ടറി സെയിം ആണെങ്കിൽ ട്രജക്ടറിന്റെ ഇക്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്വേറ്റ് ചെയ്താൽ മതി. അതിന് ട്രജക്ടറി ഐഡന്റിക്കൽ ആണെങ്കിൽ എക്സിന്റെ വാല്യൂ വൈന്റെ വാല്യൂ സെയിം ആയിരിക്കും, തീറ്റന്റെ വാല്യൂ സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ എക്സ് ടാൻ തീറ്റ സെയിം തന്നെ, ക്ലിയർ അല്ലേ? യുടെ വാല്യൂ ആണ് ഡിഫറെന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ 5 സ്ക്വയർ 3 സ്ക്വയർ, പിന്നെ ജിയുടെ വാല്യൂ ഡിഫറെന്റ് ആണ്, ബാക്കിയെല്ലാം സെയിം അല്ലേ? അപ്പൊ ഇത് സോൾവ് ചെയ്തെടുത്ത് ഇത് എക്സ് ടാൻ തീറ്റ കൂടി ക്യാൻസൽ ആയിപ്പോയി. പിന്നെ ഒരു എക്സ് സ്ക്വയറും പിന്നെ ഒരു എക്സ് സ്ക്വയറും കൂടി ക്യാൻസൽ ആയിപ്പോയി. ഒരു മൈനസ് ക്യാൻസൽ ആയിപ്പോയി. ഒരു കോസ് സ്ക്വയർ തീറ്റ ക്യാൻസൽ, ഒരു 2 ക്യാൻസൽ. മിച്ചം എന്താ കിട്ടുന്നത്? ദാറ്റ് ഈസ് GE divided by 5 square is equal to GP divided by 3 square. ശരിയല്ലേ? നമുക്ക് ഈ GP അല്ലേ വേണ്ടേ? ഗ്രാവിറ്റി ആണ്, അനദർ പ്ലാനറ്റ് അല്ലേ വേണ്ടേ? ജിയുടെ വാല്യൂ എത്രയാ? ജിയുടെ വാല്യൂ 9.8 ആണോ 10 ആണോ? 9.8 തന്നിട്ടുണ്ട്. ജിയുടെ വാല്യൂ 9.8 ആണ്. അപ്പൊ 9.8 ഡിവൈഡഡ് ബൈ 25 അല്ലെ ഇസ് ഈക്വൽ ടു GP ഡിവൈഡഡ് ബൈ 9 വരുമല്ലോ. അപ്പൊ GP ഇസ് ഈക്വൽ ടു gravity on another planet is equal to 9 divided by 25 into 9.8. Okay. സോൾവ് ചെയ്യുമ്പോൾ ഏത് ഓപ്ഷൻ കിട്ടും? ഇതിന് അപ്രോക്സിമേറ്റ്ലി 10 ആയിട്ട് എടുത്തേ. അപ്രോക്സിമേറ്റ്ലി ചെയ്താൽ മതി, കാരണം ഓപ്ഷൻസ് അത്രയും അടുത്തടുത്തൊന്നും അല്ല. അപ്പൊ അപ്രോക്സിമേറ്റ്ലി എടുത്താൽ മതി. അപ്പൊ 9.8 10 ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് 10 into 9 90 അല്ല. അപ്പൊ 90 divided by 25 that is 18 divided by 5 കിട്ടില്ലേ? 18 divided by 5 എന്ന് പറയുമ്പോൾ 3.6 ആണ് അല്ലെ? 3.6. അപ്പൊ 3.6 ഒരു അല്പം കുറവായിരിക്കും. സോ ഓപ്ഷൻ എ is the answer. 3.5 അത്രയും മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? അപ്പൊ ട്രജക്ടറി അങ്ങോട്ടും ഇങ്ങോട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. ഇതാണ് ട്രജക്ടറിന്റെ ഇക്വേഷൻ. അതിന് ട്രജക്ടറി ഐഡന്റിക്കൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കും, തീറ്റയുടെ വാല്യൂ സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ജിയുടെ വാല്യൂ 3.5 അപ്രോക്സിമേറ്റ്ലി 3.6 അല്ലെങ്കിൽ 3.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടും. ഓപ്ഷൻ എ is the answer. Okay. Okay, so next question. The velocity of a projectile at an initial point A is 2i cap plus 3j cap meter per second. Its velocity at point B is. Okay. So the projectile in the initial velocity തന്നിട്ടുണ്ട്. A is equal to initial point A യുടെ velocity എത്രയാണ്? That is 2i cap plus 3j cap. അല്ലെ? അപ്പൊ നമുക്ക് ഈ ഫൈനൽ പോയിന്റ്, ഈ പോയിന്റിന്റെ വെലോസിറ്റി B ആണ് വേണ്ടത് അല്ലെ? അത് എത്രയായിരിക്കും? ഈ u is equal to 2i cap plus 3j cap തന്നിട്ടുണ്ട്. അതിൽ ഈ 2i cap എന്തായിരിക്കും? ഈ 2i cap ux അല്ലേ? ഇത് ux അല്ലേ? ഇത് uy ആണല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലെ? വെലോസിറ്റിക്ക് രണ്ട് കോമ്പണന്റ് ഉണ്ടാവും, എക്സ് കോമ്പണന്റ് വൈ കോമ്പണന്റ്. അപ്പൊ ഇത് എക്സ് കോമ്പണന്റ് വൈ കോമ്പണന്റ് ആണ്. 2 അപ്പൊ ux is equal to 2i ആണ്, uy is equal to 3j cap ആണ്. ഇനി ഫൈനൽ പോയിന്റ് ഇവിടെ എത്തുമ്പോഴത്തേക്കും ഈ എക്സ് കോമ്പണന്റ് മാറത്തില്ല. ഒരു പ്രൊജക്ടൈൽ മോഷൻ ഒരിക്കലും എക്സ് കോമ്പണന്റ് മാറത്തില്ല. ദാറ്റ് വെലോസിറ്റി അറൌണ്ട് എക്സ് ഡയറക്ഷൻ എപ്പോഴും സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ എക്സ് ഡയറക്ഷൻ വെലോസിറ്റി 2i ആണെങ്കിൽ ഈ പോയിന്റിലും
എക്സ് ഡയറക്ഷൻ വെലോസിറ്റി 2i തന്നെ ആയിരിക്കും. കാരണം എക്സ് ഡയറക്ഷൻ ആക്സലറേഷൻ ഒന്നും ഇല്ല. പ്രൊജക്ടൈലിന്റെ പുറത്തുള്ള ആകെയുള്ള ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അത് വെർട്ടിക്കൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത്. ഹോറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്സലേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ 2i ആണെങ്കിൽ ഇവിടെ 2i ആയിരിക്കുമല്ലോ. ആ വെലോസിറ്റി മാറത്തില്ല, ബിക്കോസ് ആക്സലേഷൻ 0 ആണ്, കോൺസ്റ്റന്റ് വെലോസിറ്റി ആയിരിക്കും. പ്ലസ് പിന്നെ വെർട്ടിക്കൽ വെലോസിറ്റി മാറും. കാരണം ആദ്യമേ ഈ പോയിന്റിൽ പ്രൊജക്ടൈൽ മുകളിലേക്ക് പോവാണ്, ഈ പോയിന്റിൽ പ്രൊജക്ടൈൽ താഴേക്ക് പോവാണല്ലോ. അപ്പൊ ഇവിടെ 3i ഇത് 3j ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? -3j ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ ഹോറിസോണ്ടൽ കോമ്പണന്റ് മാറത്തില്ല, വെർട്ടിക്കൽ കോമ്പണന്റ് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. കാരണം ഈ പോയിന്റ് ഇനീഷ്യൽ പോയിന്റ് പ്രൊജക്ടൈൽ ഇസ് മൂവിംഗ് അപ്വേർഡ്സ്, ഫൈനൽ പോയിന്റ് പ്രൊജക്ടൈൽ താഴേക്ക് പോവാണ്. അപ്പൊ ഈ 3j ആണെങ്കിൽ ഇത് -3j ആയിരിക്കും. മുകളിലോട്ട് പ്ലസ് ആണെങ്കിൽ താഴോട്ട് മൈനസ് അല്ലേ? പ്ലസ് y ആക്സിസ് -y ആക്സിസ്. +3 ആണെങ്കിൽ ഇത് -3 ആയിരിക്കും. പക്ഷെ ഹോറിസോണ്ടൽ കോമ്പണന്റ് 2i ക്യാപ് തന്നെ ആയിരിക്കും. സോ ഫൈനൽ വെലോസിറ്റി എത്രയാ? ഫൈനൽ വെലോസിറ്റി ആയിട്ട് b is equal to 2i ക്യാപ് -3j ക്യാപ് എന്ന് കിട്ടും. സോ ഓപ്ഷൻ എ is the answer. Okay, ഓപ്ഷൻ എ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The horizontal range and the maximum height of a projectile are equal, then the angle of projection of the projectile is. Okay, ഒരു പ്രൊജക്ടൈലിന്റെ റേഞ്ചും അതിന്റെ ഹൈറ്റ്, മാക്സിമം ഹൈറ്റ് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തീറ്റ വേണം. റേഞ്ചിന്റെ ഇക്വേഷൻ എന്തുവാ? റേഞ്ച് ഇസ് ഈക്വൽ ടു u സ്ക്വയർ സൈൻസ് 2θ ഡിവൈഡഡ് ബൈ g. ഇതിന്റെ റേഞ്ച് അത് ഹൈറ്റോട് ഈക്വൽ അല്ലേ? അപ്പൊ ഹൈറ്റിന്റെ ഇക്വേഷൻ u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g. ഹൈറ്റും റേഞ്ചും കൂടി ഇക്വേറ്റ് ചെയ്താൽ പോരെ? നമുക്ക് തീറ്റ അല്ലേ വേണ്ടേ? ചെയ്ത് സോൾവ് ചെയ്തേ. u സ്ക്വയർ ക്യാൻസൽ, g ക്യാൻസൽ. അപ്പൊ സൈൻ 2θ ഇസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2. ഇനി സൈൻ 2θ ഒക്കെ പകരം നമുക്ക് 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് എഴുതാലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. ഇതൊരു സൈൻ തീറ്റ, ഒരു സൈൻ തീറ്റ ക്യാൻസൽ. അപ്പൊ 2 കോസ് തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 2. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 2 ഇപ്പുറത്തേക്ക് കൊണ്ടുപോവാ, കോസ് തീറ്റ താഴേക്ക് പോകും. അപ്പൊ 4 ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? നമുക്ക് തീറ്റ അല്ലേ വേണ്ടേ? അപ്പൊ തീറ്റ ഇസ് കിട്ടും, തീറ്റ ഇസ് ടാൻ ഇൻവേഴ്സ് 4 എന്ന് കിട്ടും. ഓക്കെ, സോ തീറ്റ എത്രയാവാൻ? റേഞ്ചും ഹൈറ്റും സെയിം ആണെങ്കിൽ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തീറ്റ എത്രയാണ്? ടാൻ ഇൻവേഴ്സ് 4. സോ ഓപ്ഷൻ ബി is the answer. Theta is equal to tan inverse 4. Okay. So അടുത്ത question. A missile is fired for maximum range with the initial velocity of 20 meter per second. G is equal to 10 meter per second. Then the range of the missile will be. Okay. Maximum range equation അറിയാം. Maximum range R max is equal to u square divided by g. പഠിച്ചിട്ടുണ്ടാവില്ല റേഞ്ചിന്റെ ഇക്വേഷൻ. R is equal to u square sin 2θ divided by g ആണ്. അപ്പൊ തീറ്റ 45 ഡിഗ്രി ആവുമ്പോഴത്തേക്കും റേഞ്ചിന്റെ മാക്സിമം വാല്യൂ എത്രയാ? u സ്ക്വയർ ബൈ g അല്ലേ? അപ്പൊ r മാക്സിന്റെ ഇക്വേഷൻ u സ്ക്വയർ ബൈ g. അപ്പൊ സിമ്പിൾ ക്വസ്റ്റ്യൻ. u യും g യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. u യുടെ വാല്യൂ എത്രയാ? u is equal to 20 meter per second. അപ്പൊ 20 into 20 divided by 10 വരും അല്ലേ? That is equal to 400 divided by 10. That is 40 meter meter. So r max, maximum range of missile എത്രയാ? 40 meter എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഷോർട്ട് ചെറിയ ക്വസ്റ്റ്യൻ ആയിരുന്നു. r max equal to u square by g. u ന്റെ വാല്യൂ 20 യും g ന്റെ വാല്യൂ 10. അപ്പൊ 20 into 20 divided by 10, that is 400 by 10 is 40 meter എന്ന് കിട്ടും. So maximum range of missile is 40 meter. That is option A is the answer. Okay. കുഞ്ഞ് ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. Okay, so അടുത്ത ക്വസ്റ്റ്യൻ 2011. Okay, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. A projectile is fired at an angle of 45 degree with the horizontal. The angle of elevation of the projectile at its highest point as seen from the point of projection is. Okay. So നമുക്ക് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തന്നിട്ടുണ്ട്. നമുക്ക് ആംഗിൾ ഓഫ് എലിവേഷൻ ആണ് വേണ്ടത്. ഈ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? ഇപ്പൊ ഇതാണ് പ്രൊജക്ടൈൽ. ഇത് ഗ്രൗണ്ട്. ഒരു പ്രൊജക്ടൈലിനെ പ്രൊജക്ട് ചെയ്യാണ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി വിത്ത് ദി ഹൊറിസോണ്ടൽ. അപ്പൊ ഈ പ്രൊജക്ടൈൽ മൂവ് ചെയ്യുന്നത് എങ്ങനെയാ? ഇതൊക്കെ പരാബോള തന്നെ. ഇത് മൂവ് ചെയ്യുമ്പോൾ അതിനൊരു ഹൈയസ്റ്റ് പോയിന്റ് ഉണ്ടാവും. ഈ ബോഡി ഇങ്ങനെ മൂവ് ചെയ്ത് ഇതിനൊരു ഹൈയസ്റ്റ് പോയിന്റ്, പിന്നെ അത് താഴേക്ക് നേരെ താഴേക്ക് വരും. സോ ദിസ് ഇസ് ദ എച്ച് മാക്സ്. ഇതാണ് നമ്മുടെ എച്ച് മാക്സ്, മാക്സിമം ഹൈറ്റ്.
അപ്പൊ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആംഗിൾ ഓഫ് എലിവേഷൻ ഹൈയസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ ഹൈയസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് അല്ലേ, ഈ പോയിന്റും പിന്നെ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ അത് ഈ പോയിന്റ് ആണല്ലോ, പ്രൊജക്ട് ചെയ്ത പോയിന്റും ഹൈയസ്റ്റ് പോയിന്റും അല്ലെ. അപ്പൊ ഇത് തമ്മിൽ നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുമ്പോ ഈ സ്ട്രെയിറ്റ് ലൈനും ഈ എക്സ് ആക്സിസ് അല്ലെ ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ, ഈ ആംഗിൾ ആണ് നമ്മുടെ ആംഗിൾ ഓഫ് എലിവേഷൻ തീറ്റ. പറയുന്നത് മനസ്സിലായി? ആംഗിൾ ഓഫ് പ്രൊജക്ഷനും ആംഗിൾ ഓഫ് എലിവേഷൻ രണ്ട് ഡിഫറെന്റ് ആണ്, രണ്ട് സെയിം അല്ല. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രൊജക്ടായാലും പ്രൊജക്ട് ചെയ്യുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. അത് 45 ഡിഗ്രി. അത് ഇതാണ് 45 ഡിഗ്രി, ഇതാണ് മൊത്തം 45 ഡിഗ്രി. മനസ്സിലായോ? വെലോസിറ്റിയും ഹോറിസോണ്ടലുമായിട്ടുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. ആംഗിൾ ഓഫ് എലിവേഷൻ വേറെ. ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏത് പോയിന്റ് ആണ് ആംഗിൾ ഓഫ് എലിവേഷൻ വേണ്ടത് ആ പോയിന്റ് തൊട്ട് തുടങ്ങിയ പോയിന്റ് വരെയുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അപ്പൊ ആ സ്ട്രെയിറ്റ് ലൈനും ഈ ഹോറിസോണ്ടലുമായിട്ടുള്ള ആംഗിൾ ഇല്ലേ, ഈ ആംഗിൾ ഓഫ് തീറ്റ, ഇതാണ് ആംഗിൾ ഓഫ് എലിവേഷൻ. നമുക്ക് ആൽഫ ആയിട്ട് അതിനെ ഡിനോട്ട് ചെയ്യാം. ആംഗിൾ ഓഫ് എലിവേഷൻ മനസ്സിലാവില്ല. ആംഗിൾ ഓഫ് എലിവേഷൻ ഇസ് ആക്ച്വലി ദ ആംഗിൾ മെയ്ഡ് ബൈ ദി സ്ട്രെയിറ്റ് ലൈൻ ബിറ്റ്വീൻ ദ ടു പോയിന്റ്സ്. ഹയസ്റ്റ് പോയിന്റ് ആണ് ആംഗിൾ ഓഫ് എലിവേഷൻ വേണ്ടെങ്കിൽ ആ പോയിന്റ് തൊട്ട് തുടങ്ങിയ പോയിന്റ് വരെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ആ സ്ട്രെയിറ്റ് ലൈനും പിന്നെ നമ്മുടെ ഹോറിസോണ്ടലുമായിട്ട് വരുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് എലിവേഷൻ. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ വേറെ. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് ഹോറിസോണ്ടൽ. അത് 45 ഡിഗ്രിയാണ്. നമുക്ക് ഈ ആംഗിൾ അല്ല വേണ്ടത്. ഇത് മൊത്തമാണ് 45 ഡിഗ്രി. നമുക്ക് ഈ ആൽഫയാണ് വേണ്ടത്. ക്ലിയറല്ലേ? അപ്പൊ ആൽഫ കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്ത് ട്രയാംഗിൾ ആയിട്ട് അസ്യൂം ചെയ്താൽ മതി. ഇത് ട്രയാംഗിൾ നോക്കി, ഇതിന് മൊത്തം ഇതൊരു ട്രയാംഗിൾ അല്ലേ, അതിൽ ഈ ആംഗിൾ തീറ്റ നമുക്ക് വേണ്ട. ഈ ടാൻ ആൽഫ കണ്ടുപിടിച്ചാൽ പോരെ. ഈ ഹൈറ്റ് മാക്സിമം ഹൈറ്റ് എച്ച് മാക്സ് ആണ് നമുക്ക് അറിയാം. പിന്നെ മൊത്തം റേഞ്ച് ആണല്ലോ, ഇനീഷ്യൽ പോയിന്റ് തൊട്ട് ഈ ഫൈനൽ പോയിന്റ് വരുന്നത് മൊത്തം ക്യാപിറ്റൽ ആർ അല്ലേ, റേഞ്ച് ആണ്. അപ്പൊ ഇതിന്റെ പകുതിയാണല്ലോ ഇത്. അപ്പൊ ഇത് r/2 ആയിരിക്കുമല്ലോ. ഇത് r/2 അല്ലേ, ഇത്രയും r/2, മൊത്തം 6 ആണെങ്കിൽ അതിന്റെ പകുതി r/2. അപ്പൊ നമുക്ക് ഈ ഹൈറ്റ് ഇത് എച്ച് മാക്സ് ആണെന്നറിയാം, ഇത് ഇത് r/2 ആണെന്നറിയാം. അപ്പൊ ടാൻ ആൽഫ കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അപ്പൊ ടാൻ ആൽഫ is equal to എച്ച് മാക്സ് ഡിവൈഡഡ് ബൈ റേഞ്ച് അല്ലെ. എച്ച് മാക്സിന്റെ ഇക്വേഷൻ u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g ഡിവൈഡഡ് ബൈ r/2 ആണ് കേട്ടോ, r/2 സോറി, എച്ച് മാക്സ് ഡിവൈഡ് ബൈ r/2. ട്രയാംഗിൾ ആയിട്ട് അസ്യൂം ചെയ്താൽ മതി. ഇതാണ് തീറ്റ. ഇത് നമ്മുടെ ആംഗിൾ ഓഫ് എലിവേഷൻ ആൽഫ, ഇത് എച്ച് മാക്സ്, പിന്നെ ഇത് റേഞ്ചിന് പകുതി r/2. അപ്പൊ ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്, എച്ച് മാക്സ് ഡിവൈഡ് ബൈ r/2. r/2 കിട്ടും, ദാറ്റ് ഈസ് u സ്ക്വയർ, റേഞ്ചിന്റെ ഇക്വേഷൻ u സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ g ആണ് റേഞ്ച്, r/2 ആയതുകൊണ്ട് ഒരു 2 കൂടി വരും. ക്ലിയർ അല്ലേ? സോൾവ് ചെയ്തെടുത്ത് ചെയ്ത് u സ്ക്വയർ ക്യാൻസൽ, 2g ക്യാൻസൽ. അപ്പൊ ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ സൈൻ 2 തീറ്റ. ഇനി തീറ്റന്റെ വാല്യൂ 45 ഡിഗ്രി തന്നിട്ടുണ്ട്. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ 45 ഡിഗ്രി അല്ലേ. അപ്പൊ സൈൻ 45, അപ്പൊ സൈൻ 45ന്റെ സ്ക്വയർ ഡിവൈഡ് ബൈ സൈൻ 45 into 2, സൈൻ 90 അല്ലേ. സൈൻ 2 തീറ്റ എന്ന് പറയുമ്പോ 2 into 45 90, അപ്പൊ സൈൻ 90. അപ്പൊ സൈൻ 45ന്റെ സ്ക്വയർ ഡിവൈഡ് ബൈ സൈൻ 90, ദാറ്റ് ഈസ് സൈൻ 45 1/√2. അപ്പൊ 1/√2 ന്റെ സ്ക്വയർ ഡിവൈഡ് ബൈ സൈൻ 90 1 ആണ്. അപ്പൊ എന്താ കിട്ടിയ? ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു 1/√2 ന്റെ സ്ക്വയർ 1/2. അപ്പൊ 1/2 കിട്ടത്തില്ലേ. അപ്പൊ ആൽഫ ഇസ് ഈക്വൽ ടു കിട്ടും, ആൽഫ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1/2 കിട്ടും. ആംഗിൾ ഓഫ് എലിവേഷൻ അറ്റ് ഹൈയസ്റ്റ് പോയിന്റ് എത്രയാ? ആൽഫ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1/2. ഇതൊക്കെ അറിയേണ്ട ഒരു പോയിന്റ്. ആംഗിൾ ഓഫ് പ്രൊജക്ഷനും ആംഗിൾ ഓഫ് എലിവേഷനും വേറെയാണ്. ആംഗിൾ ഓഫ് എലിവേഷൻ നമുക്ക് ഈ പോയിന്റിലാണ് വേണ്ടിയത്. മാക്സിമം ഹൈറ്റ് തന്നെ വേണമെന്നില്ല, നമുക്ക് ആംഗിൾ ഓഫ് എലിവേഷൻ ഏത് പോയിന്റ് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അപ്പൊ ഈ പോയിന്റ് ആണ് ആംഗിൾ ഓഫ് എലിവേഷൻ വേണമെങ്കിൽ എന്ത് ചെയ്യും? ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ, ദാറ്റ് ഈസ് ഇനീഷ്യൽ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ ഉള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. അപ്പൊ ഈ സ്ട്രെയിറ്റ് ലൈനും ഹോറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ഈ ആംഗിൾ ഇല്ലേ, ഈ ആംഗിൾ ആയിരിക്കും ഈ പോയിന്റിലെ ആംഗിൾ ഓഫ് എലിവേഷൻ. പിന്നെ സോൾവ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, സോ ഓപ്ഷൻ സി കിട്ടും, ടാൻ ഇൻവേഴ്സ് 1/2. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, NEET 2010. The speed of projectile at its maximum height is half of its initial speed. Then the angle of projection is. Okay. Maximum height the velocity numerical equation. നേരത്തെ പറഞ്ഞായിരുന്നു v is equal to u cos theta.
അല്ലെ? മാക്സിമം ഹൈറ്റ്, പ്രൊജക്ടൈലിന്റെ മാക്സിമം ഹൈറ്റ്. മാക്സിമം ഹൈറ്റ് വെലോസിറ്റി v is equal to u cos theta അല്ലെ? നേരത്തെ പറഞ്ഞ theta is the angle of projection അല്ലെ? അപ്പൊ ഈ ഫൈനൽ വാല്യൂ u/2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഫൈനൽ വാല്യൂ ഇസ് ഹാഫ് ഓഫ് ദി ഇനീഷ്യൽ വാല്യൂ. അപ്പൊ u/2 ആയിട്ട് എടുക്കാമല്ലോ അല്ലെ? ഫൈനൽ വെലോസിറ്റി ഇസ് ഈ ഹാഫ് ഓഫ് ദി ഇനീഷ്യൽ സ്പീഡ് തന്നിട്ടുണ്ട്. അപ്പൊ v is equal to u/2 ആയിട്ട് എടുക്കാം. അപ്പൊ u/2 is equal to u cos theta. u cancel. അപ്പൊ cos theta is equal to 1/2. അപ്പൊ theta is equal to cos inverse 1/2 എത്രയാ? cos inverse 1/2 that is equal to 60 degree അല്ലെ? അപ്പൊ theta is equal to എത്രയാ? 60 degree ആണ്. So option B is the answer. Sorry, option A is the answer, 60 degree. Okay. Next question. A particle of mass m is projected with a velocity v making an angle 45 degree with the horizontal. Then when the particle lands on the level ground, the magnitude of change in its momentum will be. Change in momentum വേണ്ട അല്ലെ? ചേഞ്ച് ഇൻ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താ? ഒരു പ്രൊജക്ടൈലിന്റെ ചേഞ്ച് ഇൻ മൊമെന്റത്തിന്റെ ഇക്വേഷൻ. Okay, change in momentum for a projectile, change in momentum delta p is equal to 2mu sin theta. ഇക്വേഷൻ ഒന്ന് പഠിച്ചെടുക്കാം കേട്ടോ. ബൈ ഹാർട്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് പ്രൊജക്ടൈൽ. ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് പ്രൊജക്ടൈൽ. ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് പ്രൊജക്ടൈൽ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 2mu sin theta. എല്ലാം തന്നിട്ടുണ്ടല്ലോ, ചുമ്മാ സോൾവ് ചെയ്തെടുത്താൽ മതി. ദാറ്റ് ഈസ് 2 into m into initial velocity v ആണല്ലേ? അപ്പൊ initial velocity v into sin theta എത്രയാ? sin 45 അല്ലേ? അപ്പൊ sin 45 എന്ന് പറയുമ്പോൾ √2 കിട്ടും, 1/√2 കിട്ടും. ഇതിന് 2ഉം 1/√2 കൂടി ക്യാൻസൽ വെച്ച് ഒരു √2 വെച്ചും വരും അല്ലെ? അപ്പൊ ഡെൽറ്റ പി ചേഞ്ച് ഇൻ മൊമെന്റം ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു √2 mv കിട്ടും. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ചേഞ്ച് ഇൻ മൊമെന്റത്തിന്റെ ഇക്വേഷൻ, ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് പ്രൊജക്ടൈൽ ഈസ് 2mu sin theta. തീറ്റയുടെ വാല്യൂ 45 ഡിഗ്രി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു √2 mv കിട്ടും. ഓപ്ഷൻ A is the answer, that is mv √2. Okay, so at the question, two particles A and B are moving in a uniform circular motion in concentric circle of radius RA and RB with the speed VA and VB respectively. Their time period of rotation is same, then the ratio of angular speed of A to that of B will be. എന്താ നമുക്ക് വേണ്ട? ആംഗുലർ സ്പീഡ് റേഷ്യോന്റെ വേണ്ടേ? ആംഗുലർ സ്പീഡ് ഓഫ് A to B ആ വേണ്ടേ? ആംഗുലർ സ്പീഡിന്റെ ഇക്വേഷൻ എന്തുവാ? ഒമേഗ ഇസ് ഈക്വൽ ടു 2π ഡിവൈഡ് ബൈ ടി അല്ലേ? ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവല്ലോ. ആംഗുലർ സ്പീഡ് ഒമേഗ ഇസ് ഈക്വൽ ടു 2π ഡിവൈഡഡ് ബൈ ടൈം പീരീഡ്. അതിന് എയും ബിന്റെ ടൈം പീരീഡ് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടൈം പീരീഡ് സെയിം ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഒമേഗയും സെയിം ആയിരിക്കുമല്ലോ. കാരണം ഒമേഗ ടൈം പീരീഡിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത്, അത് റേഡിയസിനെ വെലോസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ടി എ is equal to TB ആണെങ്കിൽ omega A is equal to omega B ആയിരിക്കും, because omega depends only on T. അപ്പൊ omega A is to omega B is equal to 1:1. So option A is the answer. അവിടെ ആ റേഡിയസും വെലോസിറ്റി ഒക്കെ വെറുതെ തന്നേക്കുന്നത് കേട്ടോ, തെറ്റിക്കാൻ വേണ്ടി വെറുതെ തന്നേക്കോ. RA RB VA VB അതിന്റെ ആവശ്യമൊന്നുമില്ല. ആംഗുലർ സ്പീഡ് ടൈം പീരീഡ് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത്. ടൈം പീരീഡ് സെയിം ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആംഗുലർ സ്പീഡും സെയിം ആയിരിക്കും. ഓപ്ഷൻ 1:1 A ആവുന്നത്. Okay, so next question, NEET 2019. A particle starting from rest moves in a circle of radius r. It attains a velocity v0 in the nth round. Then the angular acceleration will be. Okay, നമുക്ക് angular acceleration ആണ് വേണ്ടത്. Velocity equation. Okay, നമുക്ക് v square is equal to u square plus 2as equation apply ചെയ്യാലോ. അതിന് ഇനീഷ്യലി റെസ്റ്റ് ആണെങ്കിൽ യു ന്റെ വാല്യൂ 0 അല്ലേ? അപ്പൊ ഈ ടേം വേണ്ട. അപ്പൊ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as എഴുതാം. ഇനി നമുക്ക് ഇതിന്റെ ആക്സലറേഷൻ കിട്ടും. ആക്സലറേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ആംഗുലർ ആക്സലറേഷൻ കണ്ടുപിടിക്കാമല്ലോ. ആദ്യം ആക്സലറേഷൻ കണ്ടുപിടിച്ച് അപ്പൊ ആക്സലറേഷൻ A is equal to v square divided by 2s കിട്ടും അല്ലെ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി v0 എന്ന് പറഞ്ഞിട്ട്, അപ്പൊ v0 ന്റെ സ്ക്വയർ, ഫൈനൽ വെലോസിറ്റി v0 like v0 ന്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 2 into ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? സർക്കിൾ അല്ലേ? സർക്കുലർ മോഷൻ അല്ലേ? ഒരു സർക്കിൾ കറങ്ങി വരുമ്പോഴത്തേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് 2πr അല്ലേ? ഒന്ന് കറങ്ങി വരാൻ വേണ്ടി വേണ്ട ഡിസ്പ്ലേസ്മെന്റ് 2πr അല്ലേ? അപ്പോ ഡിസ്പ്ലേസ്മെന്റ് അല്ല, ആക്ച്വലി ഡിസ്റ്റൻസ് ആണ് കേട്ടോ. ഡിസ്പ്ലേസ്മെന്റ് 0 ആയിപ്പോ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ
ഒരു സർക്കിൾ കറങ്ങി വരുമ്പോഴുള്ള ഡിസ്റ്റൻസ് 2πr. അപ്പൊ n ടൈംസ് കറങ്ങി വരുമ്പോഴുള്ള ഡിസ്റ്റൻസ് 2πr എന്നായിരിക്കും. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് n into 2πr ആയിരിക്കും. ഓക്കെ, ഡിസ്റ്റൻസ് എടുത്താൽ മതി. ഓക്കെ, സോ 2πr. അപ്പൊ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 2πr into n. അപ്പൊ നമുക്ക് ആക്സിലറേഷൻ A is equal to v square divided by 4π 2 into n into 2πr ആണ്. അപ്പൊ 4π nr എന്ന് എഴുതാലോ. അപ്പൊ ആക്സിലറേഷൻ നമുക്ക് കിട്ടി. ഇനി ആംഗുലർ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാം? ആംഗുലർ ആക്സിലറേഷന്റെ വാല്യൂ പഠിച്ചിട്ടുണ്ടാവും. ആൽഫ ഇസ് ഈക്വൽ ടു a ഡിവൈഡഡ് ബൈ r അല്ലെ. ദാറ്റ് ഈസ് ആംഗുലർ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ലീനിയർ ആക്സിലറേഷൻ ഡിവൈഡഡ് ബൈ r. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് a യുടെ വാല്യൂ എത്ര കിട്ടിയ? v0 സ്ക്വയർ ഡിവൈഡഡ് ബൈ 4π n into പിന്നെ ഒരു r കൂടി വരത്തില്ല. അപ്പൊ r സ്ക്വയർ എന്നാവും. r divided by your r, r square. So alpha ന്റെ വാല്യൂ 30. Alpha is equal to v0 square divided by 4π nr square. ഓപ്ഷൻ ഉണ്ടോ നോക്കിയ? ഓപ്ഷൻ സി വരും അല്ലെ. ഓപ്ഷൻ സി ഇസ് ആൻസർ. v0 square divided by 4π nr square അത്രയും റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. Okay, so next question, NEET 2016. Okay. In a given figure, A is equal to 15 meter per second square, represent the total acceleration of the particle moving in the clockwise direction in a circle of radius r is equal to 2.5 meter at a given instant of time. Then the speed of the particle is. Okay. ഒരു പടം തന്നിട്ടുണ്ട്. സർക്കുലർ മോഷൻ. സർക്കിൾ, അതിലൊരു പാർട്ടിക്കിൾ is moving clockwise. അതിന് ആക്സിലറേഷൻ A is equal to, that is acceleration A is equal to 15 meter per second square തന്നിട്ടുണ്ട് അല്ലെ. അതിന്റെ റേഡിയസ്, ഈ റേഡിയസ് ക്യാപിറ്റൽ R is equal to 2.5 meter തന്നിട്ടുണ്ട്. നമുക്ക് അതിന്റെ സ്പീഡ് ആവേണ്ട അല്ലെ. ഈ ആംഗിൾ 30 ഡിഗ്രി ആണ്. ദിസ് ആംഗിൾ is 30 ഡിഗ്രി. അപ്പൊ സർക്കുലർ മോഷൻ, ഈ പാർട്ടിക്കിൾ സർക്കിൾ ആയിട്ട് കറങ്ങുമ്പോഴത്തേക്കും അതിന്റെ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കാലോ. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഇക്വേഷൻ എന്താ? AC is equal to v square divided by r, where v is the speed. അപ്പൊ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ A is equal to v square divided by r. അപ്പൊ നമുക്ക് സെൻട്രിപെറ്റൽ ആക്സിലറേഷനും r ന്റെ വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് സ്പീഡിന്റെ വാല്യൂ കണ്ടുപിടിക്കാലോ. ഇനി സെൻട്രിപെറ്റൽ ആക്സിലറേഷന്റെ വാല്യൂ എത്രയാ? 15 മീറ്റർ പെർ സെക്കൻഡ് ആണോ? അല്ല. കാരണം ഈ 15 മീറ്റർ പെർ സെക്കൻഡ് ഇത് ടോട്ടൽ ആക്സിലറേഷൻ ആണ്. പറഞ്ഞു മനസ്സിലായി? ഇത് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ അല്ല. ആക്ച്വലി നമ്മൾ ടോട്ടൽ ആക്സിലറേഷൻ രണ്ട് കോമ്പണന്റ് ആയിട്ട് തിരിക്കും. ഒരു കോമ്പണന്റ് സെൻട്രിപെറ്റൽ ആക്സിലറേഷനും പിന്നെ ഒന്ന് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. ഇങ്ങനെ. അപ്പൊ ടോട്ടൽ ആക്സിലറേഷന് ആക്ച്വലി രണ്ട് കോമ്പണന്റ് ഉണ്ടാവും. ദാറ്റ് ഈസ് ടാൻജൻഷ്യൽ കോമ്പണന്റും പിന്നെ സെൻട്രിപെറ്റൽ കോമ്പണന്റും, അല്ലെ റേഡിയൽ കോമ്പണന്റ് ഒക്കെ പറയും. സോ ഈ ടോട്ടൽ ആക്സിലറേഷൻ ആണ് ഇത്. 15 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ അല്ല, ടോട്ടൽ ആക്സിലറേഷൻ ആണ് 15 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതിൽ നമുക്ക് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പൊ ഇതേത് കോമ്പണന്റ്? ടാൻജൻഷ്യൽ കോമ്പണന്റ്. ഇത് റേഡിയൽ കോമ്പണന്റ് അല്ലെങ്കിൽ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. ഇത് മൊത്തം 15 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? AC is equal to ടോട്ടൽ ആക്സിലറേഷൻ ടു cos 30 ഡിഗ്രി ആയിരിക്കില്ലേ അല്ലെ. കാരണം ഇത് 30 ഡിഗ്രി ആണ്. ഇത് 15 ആണെങ്കിൽ എന്തായിരിക്കും? 15 into cos 30 ആയിരിക്കുമല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 15 into cos 30 √3/2 ആണ് അല്ലെ. അപ്പൊ ദാറ്റ് ഈസ് 15 √3/2 കിട്ടും. അപ്പൊ സെൻട്രിപെറ്റൽ ആക്സിലറേഷന്റെ വാല്യൂ 15 അല്ല, 15 √3/2 ആണ്. ക്ലിയർ അല്ലേ? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ √3 ദാറ്റ് ഈസ് 15 √3/2 is equal to v ന്റെ വാല്യൂ, v സ്ക്വയറിന്റെ വാല്യൂ v ഡിവൈഡഡ് ബൈ r ന്റെ വാല്യൂ 5/2 ആയിട്ട് എടുക്കാം. 2.5 5/2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് അല്ലെ 2.5 ആയിട്ട് തന്നെ എടുത്താൽ മതി. 2.5. അപ്പൊ v സ്ക്വയർ ഇസ് ഈക്വൽ ടു 2.5/2 into 15 √3 കിട്ടും അല്ലെ. ദാറ്റ് ഈസ് v ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇത് 5/2 ആയിട്ട് എടുക്കും. അപ്പൊ 5/4 എന്ന് വരത്തില്ലേ? 2.5 5/2. അപ്പൊ 5/2/2 5/4 into 15 √3. സോൾവ് ചെയ്ത് വരുമ്പോൾ v is equal to root of 5 into 15 75 അല്ല. അപ്പൊ 75 into √3 യുടെ വാല്യൂ 1.73. അപ്പൊ 1.73 ഡിവൈഡഡ് ബൈ 4. ഇതൊരു അപ്രോക്സിമേറ്റ്ലി എത്ര കിട്ടും? അപ്രോക്സിമേറ്റ്ലി ചെയ്ത് വരുമ്പോൾ
1.7 to 75 മൾട്ടിപ്ലൈ ചെയ്ത് 173 into 75 ഇത് വരുമ്പോ 5 1 6 3 8 1 2 49 1 5 12 ആഡ് ചെയ്യുമ്പോൾ 5 7 9 2 1 അല്ലേ സോ 129 അല്ലേ അപ്പൊ v is equal to root of ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 129.79 കിട്ടാം 129.75 ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും അല്ലെ 129.79 അപ്രോക്സിമേറ്റ് 130 ആയിട്ട് എടുക്കാമല്ലോ so that is v is equal to root of 130 divided by that is 130 by 4 130 by 4 എന്ന് പറയുമ്പോൾ that is 2 ഡിവൈഡ് ചെയ്ത് 130 ന്റെ ഹാഫ് it is 65 അല്ലെ 65 by 2 65 by 2 എന്ന് പറയുമ്പോൾ എത്രയാ 65 by 2 is 32.5 അല്ലെ 32.5 root of 32.5 അപ്പൊ v ന്റെ വാല്യൂ എത്ര കിട്ടി that is v is equal to root of 32.5 root of 32.5 approximately എത്ര ആയിരിക്കും root of 36 6 point ആണ് 6 ആണ് root of 36 6 ആണ് root of 25 5 ആണ് അപ്പൊ 25 36 ന്റെ ഇടക്കല്ലേ ഇത് അപ്പൊ 5 6 ന്റെ ഇടക്കായിരിക്കുമല്ലോ റൂട്ട് അപ്പൊ 5 പോയിന്റ് സംതിങ് ആയിരിക്കും അങ്ങനത്തെ എത്ര ഓപ്ഷൻ ഉണ്ട് നോക്കിയും ഒരു ഒറ്റ ഓപ്ഷൻ തന്നെ ഉണ്ട് 5.7 അതേ ഉള്ളു ആകെ വരാൻ പറ്റിയ ഓപ്ഷൻ അപ്പൊ വെലോസിറ്റി വീസിൽ എത്ര കിട്ടും 5.7 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും അപ്രോക്സിമേറ്റ്ലി എടുത്താൽ മതി കറക്റ്റ് വാല്യൂ വേണമെന്നില്ല 65 by 2 32 തന്നെയല്ല 32.5 തന്നെയാണ് 32.5 എന്ന് പറയുമ്പോൾ ഒരു 5ഉം 6ന്റെ ഇടക്കായിരിക്കും 25 റൂട്ട് 5 36 റൂട്ട് 6 അപ്പൊ 32.5 25 36ന്റെ ഇടക്കാണ് അപ്പൊ 5 6ന്റെ ഇടക്കായിരിക്കും അങ്ങനത്തെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ സോ ഓപ്ഷൻ 5.7 മീറ്റർ പെർ സെക്കൻഡ് ഓപ്ഷൻ സി ഇസ് ദി ആൻസർ ഓക്കെ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എടുക്കുമ്പോൾ ടോട്ടൽ ആക്സിലറേഷൻ അല്ല സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ടോട്ടൽ ആക്സിലറേഷൻ നമ്മൾ രണ്ട് കോമ്പണന്റ് ആയിട്ടൊക്കെ റിസോൾവ് ചെയ്യും ഒരു ടാൻജൻഷ്യൽ കോമ്പണന്റും പിന്നെ റേഡിയൽ കോമ്പണന്റും ഈ റേഡിയൽ കോമ്പണന്റ് എന്താ പറയാൻ കാര്യം സെന്ററുമായിട്ട് ദാറ്റ് ഈസ് കോമ്പണന്റ് വിച്ച് ഇസ് അലോങ് ദി സെന്റർ ഓഫ് ദി സർക്കിൾ ആ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എപ്പോഴും സർക്കിളിന്റെ സെന്ററിലേക്ക് ആയിരിക്കുമല്ലോ സോ ഈ റേഡിയൽ കോമ്പണന്റ് ആണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ 15 cos 30 ആണ് 15 cos 30 that is 15 root 3 എന്ന് കിട്ടും 15 root 3 by 2 എന്ന് കിട്ടും ഓക്കെ സോ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ a particle moves in a circle of radius 5 cm with a constant speed and time period 0.2 pi second then the acceleration of the particle is okay so constant speed move ചെയ്യുന്ന particle അതിന്റെ ആക്സിലറേഷൻ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ അല്ലേ പഠിച്ചിട്ടുണ്ടാവല്ലോ യൂണിഫോം സർക്കുലർ മോഷൻ ആണ് അല്ലെ ഒരു പാർട്ടിക്കിൾ കോൺസ്റ്റന്റ് സ്പീഡിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ പുറത്ത് ആകെ ഒറ്റ ആക്സിലറേഷൻ ആക്ട് ചെയ്യത്തുള്ളൂ ദാറ്റ് ഈസ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ അപ്പൊ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ AC is equal to v square by r അല്ലെ അതിന് v തന്നിട്ടില്ല അപ്പൊ നമുക്ക് ഇതിനകത്ത് ഒരു ഇക്വേഷൻ കൂടി ഉണ്ടല്ലോ ഒമേഗ സ്ക്വയർ ആർ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാലോ സെൻട്രിപെറ്റൽ ആക്സിലറേഷന്റെ ഇക്വേഷൻ ആണ് v square by r ഓർ ഒമേഗ സ്ക്വയർ ആർ നമുക്ക് ടൈം പീരീഡ് അറിയാം അപ്പൊ നമുക്ക് ഒമേഗ സ്ക്വയർ വാല്യൂ ഒമേഗ സ്ക്വയർ ഇക്വേഷൻ വെച്ച് ചെയ്ത് എടുക്കാന്നേ ഉള്ളൂ ഓക്കെ ദാറ്റ് ഈസ് ഒമേഗ ഇസ് ഈക്വൽ ടു 2π ഡിവൈഡ് ബൈ ടൈം പീരീഡ് അല്ലേ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഒമേഗ സ്ക്വയർ ആണെങ്കിൽ ഒമേഗക്ക് പകരം 2π ബൈ ടി ഇടാലോ എന്ത് കിട്ടും ദാറ്റ് ഈസ് AC is equal to സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഇസ് ഒമേഗക്ക് പകരം 2π അപ്പൊ 2π ബൈ ടി അതിന്റെ സ്ക്വയർ ഇൻടു ആർ അല്ലെ ദാറ്റ് ഈസ് ഈക്വൽ ടു 4π square divided by t square into r അതല്ലേ ആക്സിലറേഷൻ ഇവിടെ ടോട്ടൽ ആക്സിലറേഷൻ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ തന്നെയായിരിക്കും കാരണം കോൺസ്റ്റന്റ് സ്പീഡിലാണ് പാർട്ടിക്കൽ മൂവ് ചെയ്യുന്നത് പാർട്ടിക്കൽ കോൺസ്റ്റന്റ് സ്പീഡിൽ മൂവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ആക്സിലറേഷൻ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ സെയിം ആയിരിക്കും കഴിഞ്ഞ കേസിൽ കോൺസ്റ്റന്റ് സ്പീഡ് അല്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ വേറെ ആക്സിലറേഷൻ ആയിട്ട് എടുത്തത് പാർട്ടിക്കൽ കോൺസ്റ്റന്റ് സ്പീഡിലല്ല വേരിയബിൾ സ്പീഡിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിന് രണ്ട് ആക്സിലറേഷൻ ഉണ്ടാവും സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ആൻഡ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ അതിന് നെറ്റ് സം ആണ് ടോട്ടൽ ആക്സിലറേഷൻ പക്ഷേ ഈ കേസിൽ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ 0 ആണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ മാത്രമേ കാണത്തുള്ളൂ അപ്പൊ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ തന്നെയാണ് ടോട്ടൽ ആക്സിലറേഷൻ പറഞ്ഞു മനസ്സിലായല്ലോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4π square into ടൈം പീരീഡ് എത്രയാ ടൈം പീരീഡ് 0.2 അല്ല അപ്പൊ 0.2 π square 0.2 π the whole square into റേഡിയസ് എത്ര റേഡിയസ് 5 സെന്റിമീറ്റർ അപ്പൊ 5 into 10⁻⁻², സെന്റിമീറ്റർ അല്ലേ മീറ്റർ ആക്കുമ്പോൾ 10⁻². ദാറ്റ് ഈസ് 4π square ഡിവൈഡഡ് ബൈ ഇത് 4 into 10⁻² ആയിട്ട് എഴുതാലോ 0.2 ന്റെ സ്ക്വയർ 4 0.04 കിട്ടും 0.2 ന്റെ സ്ക്വയർ 0.04
4 into 10 raised to minus 2 into ഒരു പൈ സ്ക്വയർ എന്നുണ്ട് അല്ലെ into 5 into 10 raised to minus 2 എന്നുണ്ട്. ഓക്കെ, സോ ഇതിൽ 4 cancel, minus 10 raised to minus 2, 10 raised to minus 2 cancel, pi square cancel. അപ്പൊ മിച്ചം 5 അല്ലേ ഉള്ളു. അപ്പൊ A is equal to A is equal to centripetal acceleration അല്ലെങ്കിൽ total acceleration AC is equal to 5 meter per second square. So option നോക്കുമ്പോ ഓപ്ഷൻ D is the answer, 5 meter per second square. Okay. So hello guys, so നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ തന്നെ സോൾവ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആസ്ക് മീ ഇൻ ദ കമന്റ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ DM ചെയ്താലും മതി. ലിങ്ക്സ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിന്റെ നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് സോൾവ് ചെയ്യാം. സോ വീഡിയോ ഒന്ന് ഹെൽപ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക് ആൻഡ് ഓൾസോ ഷെയർ വിത്ത് ഫ്രണ്ട്സ്. നീറ്റിന് ജയിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോട് കൂടി വീഡിയോ ഷെയർ ചെയ്യാം. ബാക്കി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ താങ്ക് യു, ബൈ.